السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ യുവാക്കൾക്കുള്ള 15ഓളം നസീഹത്തുകളെ സംബന്ധിച്ചാണ്. ഷെയ്ഖ് റഹ്മഹുല്ലാ സാധാരണ വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ച് യുവാക്കളോട് അതീവ തൽപരനായ വ്യക്തിയായിരുന്നു. എൻ്റെ ഉസ്താദ് കൂടിയാണ്. അപ്പോൾ ഷെയ്ഖ് റഹ്മഹുല്ലാ അധികം ക്ലാസ്സിൽ വന്നാൽ തന്നെ യൗവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിൽ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും കരയും. കാരണം അത്രയും താല്പര്യമുള്ള വ്യക്തിയാണ് യുവാക്കളോട്. യുവാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷെയ്ഖ് കരയും. അത് മാത്രമല്ല, ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്ന വ്യക്തിയും കൂടിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടി, അദ്ദേഹം ശ്രീലങ്കയിൽ നിന്നുള്ളൊരു കുട്ടിയാണ്, മുഹമ്മദ് സിയാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അന്നത്തെ ദിവസം ക്ലാസ്സിൽ ആ കുട്ടി വന്നില്ല. ഹാജരെടുക്കുന്ന സമയം ഓരോ കുട്ടികളുടെ പേരിങ്ങനെ വിളിച്ചു. അവസാനം മുഹമ്മദ് സിയാം എന്ന് വിളിച്ചു. കുട്ടി വന്നില്ല, ഹാജറില്ല. അപ്പോൾ ഷെയ്ഖ് റഹ്മഹുല്ലാ തമാശ എന്നോണം ഉസ്താദ് പറഞ്ഞു, മുഹമ്മദ് സിയാം സാമവന, മുഹമ്മദ് സിയാം നോമ്പെടുത്തു ഉറങ്ങി. തമാശ എന്നോണം പറഞ്ഞതാണ്. കാരണം മുഹമ്മദ് സിയാം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇവരൊക്കെ പേര് ഈ രൂപത്തിലുള്ള പേരുകളായതുകൊണ്ട്, മുഹമ്മദ് റമളാൻ അല്ലെങ്കിൽ മുഹമ്മദ് അങ്ങനെ വ്യത്യസ്ത മുഹറം, അങ്ങനെ വ്യത്യസ്ത മാസങ്ങളെ പേര്, ദിവസങ്ങളെ പേര്, അങ്ങനെയുള്ള പേരുകളായതുകൊണ്ട് അതിന് ഒരു തമാശ എന്നോണം ഷെയ്ഖ് റഹ്മഹുല്ലാ അത് ഈ രൂപത്തിൽ പറഞ്ഞു, മുഹമ്മദ് സിയാം സാമവന. പെട്ടെന്ന് അദ്ദേഹം നിന്നു, കുറേ ഇസ്തിഗ്ഫാർ പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞു, നാളെ മുഹമ്മദ് സിയാം വന്നാൽ എന്നെ ഒന്ന് കാണാൻ പറയണം. കാരണം ഒരാഴ്ചയിൽ ഒരു പീരീഡേ ഉള്ളൂ ഉസ്താദ്. പിറ്റേ ദിവസം അങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം കണ്ടു. ഈ കുട്ടി പറയാണ്, ഷെയ്ഖ് എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു, സലാം പറഞ്ഞു, എന്നിട്ട് എന്നോട് മാപ്പ് ചോദിച്ചു. എന്നെക്കുറിച്ച് ഞാൻ വേണ്ടാത്ത 2 സംസാരം സംസാരിച്ചു, അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം. പറഞ്ഞതെന്താ? 2 വാക്ക് തമാശയായി, മാപ്പാക്കണം. എൻ്റെ ഒരുപാട് കിതാബ് എനിക്ക് ഹദിയായിട്ടും കൊടുത്തു. ഇതാണ് ഷെയ്ഖിൻ്റെ ഒരു പ്രകൃതി. അത്രത്തോളം തഖ്വ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് യുവാക്കളോട് അദ്ദേഹത്തിന് ഇത്ര താല്പര്യവും കാണിക്കാൻ കാരണം. ദീനിൻ്റെ വിഷയത്തിൽ എന്ത് സഹായം വേണമെങ്കിലും, ഇൽമിൻ്റെ വിഷയത്തിൽ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാനും അദ്ദേഹം തയ്യാറാണ്. അപ്പം അദ്ദേഹം യുവാക്കൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 15ഓളം നസീഹത്തുകളാണ് ഈ കിതാബിൽ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد. നമ്മൾ വായിക്കും, അതിൻ്റെ ഒരു ആശയം പറയും. ഓരോ വാക്ക് അർത്ഥം പറയുന്നില്ല, മറിച്ച് ഒരാശയം. സമയം ഒരുപാട് കളയണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. أما بعد, ഷെയ്ഖ് ആരംഭിക്കാം. فلا يخفى أن مرحلة الشباب مرحلة مهمة جدا في حياة الإنسان. യൗവനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളിൽ, പ്രധാന മേഖലയിൽ ഒരു മേഖലയാണ്. لأنها مرحلة القوة والنشاط, ആരോഗ്യവും ഉന്മേഷവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. وسهولة الحركة وقوة الأعضاء وسلامة الحواس, ആ കാലഘട്ടത്തിലായിരിക്കും ആ മനുഷ്യന് എളുപ്പത്തിൽ സഞ്ചരിക്കാനും അവയവങ്ങളുടെ ആരോഗ്യവും അതേപോലെ തന്നെ സുരക്ഷിതമായ ബുദ്ധിയും ഉണ്ടാകുന്ന കാലഘട്ടം യൗവനം.
ബൈനമാ ഇദാ കബറൽ ഇൻസാൻ തദ്ഉഫു മിൻഹു ഹവാസുഹു വഖുവാഹു. എന്നാൽ പ്രായമാകുന്നതിനനുസരിച്ച് മനുഷ്യന്റെ പഞ്ചേന്ദ്രങ്ങളിൽ കുറവ് സംഭവിക്കുകയും, അതായത് കേൾവി, കാഴ്ച, ഇതിനൊക്കെ കുറവ് സംഭവിക്കും. അതേപോലെ അവയവങ്ങളുടെ ആരോഗ്യവും ക്ഷയിച്ചു തുടങ്ങും. ഇതൊക്കെ പരിപൂർണ അവസ്ഥയിൽ നിലകൊള്ളുന്ന സമയമാണ് യൗവനം. അതുകൊണ്ട് തന്നെ വഖദ് ഔലൽ ഇസ്ലാം ഹാദിഹിൽ മർഹലത ഇഹ്തിമാമൻ ഖാസ്സ വറിആയതൻ അദീമ. ഇസ്ലാം ഈ യൗവന കാലഘട്ടത്തിന് പ്രത്യേകമായ ഒരു പരിഗണനയും പ്രത്യേകമായ ഒരു പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. وجاءت النصوص مؤكدة على علم شأن هذه المرحلة وأهميتها. അതുകൊണ്ട് തന്നെ നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അന്നസ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ വസുന്ന. അന്നസ് എന്ന് പറയും. ഖുർആനിലും സുന്നത്തിലും ഈ കാലഘട്ടത്തിൻ്റെ, യൗവന കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. فقد حث نبينا صلى الله عليه وسلم على المبادرة لاغتنامها والحذر من إضاعتها. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ യൗവന കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്താൻ. അതേപോലെ തന്നെ വൽ ഹദരി മിൻ ഇളാഅതിഹ, ആ യൗവനത്തെ പാഴാക്കി കളയുന്നതിൽ നിന്നും താക്കീത് നൽകിയിട്ടുണ്ട്. عن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അല്ലേ, 4 അബാദിലുകളിൽപ്പെട്ട വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ചെറുപ്പക്കാരായ സഹാബാക്കൾപ്പെട്ട വ്യക്തിയാണ് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഫത്വകൾ കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ്. ചെറിയ പ്രായമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ കാന റിദ്ഫൻ നബി എന്ന് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹിയുടെ കൂടെ കഴുതപ്പുറത്ത് പിറകിലിരുന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഒരു കഴുതയുടെ മേലെ 2 ആൾക്ക് ഇരിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അർത്ഥം ചെറിയ കുട്ടിയായിരുന്നു എന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് റസൂൽ ഇങ്ങനെ അഭിസംബോധന ചെയ്തു, യാ ഗുലാം. ഗുലാം എന്ന് പറഞ്ഞാൽ ഏകദേശം അറബി ഭാഷയിൽ ഗുലാം എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ അടിമ ഗുലാം, അതല്ലെങ്കിൽ ഒരു മുറാഹിക്കിന്റെ പ്രായം, തമയ്യുസ് എത്തിയതിനു ശേഷം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള പ്രായം, 9 മുതൽ 15 വയസ്സ്, ആ പ്രായത്തിലുള്ളവർക്കാണ് ഗുലാം എന്ന് സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്, ചെറിയ കുട്ടികൾക്ക്. അപ്പൊ ഇവിടെ യാ ഗുലാം എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അടിമയല്ല, അപ്പം ചെറിയ പ്രായമായിരുന്നു അർത്ഥം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ. ഹിജ്റ 68 അദ്ദേഹം മരണപ്പെടുന്നത് ത്വായിഫിൽ വെച്ച്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, മക്കയിൽ ഒരുപാട് കാലം തഫ്സീറിന്റെ ക്ലാസ് എടുക്കുന്നത് ഇമാം മുജാഹിദ്, അറിയപ്പെട്ട മുഫസ്സിറാണ്. അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്. ഇമാം മുജാഹിദ് പറയുമായിരുന്നു, അതേപോലെ ഇക്രിമ, ഇവരൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരാണ്. ഇന്ന് തഫ്സീറുകളിൽ ഏറ്റവും ഉദ്ധരിക്കപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഇമാം മുജാഹിദും ഇമാം ഇക്രിമയും. ഇവർ 2 പേരും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ 3 പ്രാവശ്യം ഖുർആൻ മുഴുവനായി തഫ്സീർ അടക്കം ഓതി തീർത്തിട്ടുണ്ട്. ഖുർആൻ മുഴുവനായിട്ട് ഓരോ ആയത്ത് ഓതുമ്പോഴും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അതിനെ സംബന്ധിച്ച് പറഞ്ഞോളൂ. ആ ആയത്തിന്റെ തഫ്സീർ, അതിന്റെ സബബുൻ നുസൂൽ, അതിൽ നിന്ന് കിട്ടുന്ന അഹ്കാമുകൾ, അങ്ങനെ 3 പ്രാവശ്യം ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ടുണ്ട്. മാത്രം റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്, തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹം മുഫസ്സിറുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട മുഫസ്സിറും കൂടിയാണ്. മക്കയിൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ജീവിച്ചത്. മക്കയിൽ ഖുർആന്റെ തഫ്സീർ ദർസ് നടത്തി. പിന്നെ അവിടെ നിന്ന് അവസാന സമയത്ത് തായിഫിലേക്ക് താമസം മാറി. ചില സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ഈ പുണ്യഭൂമി വിട്ട് തായിഫിലേക്ക് പോകാൻ കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞു, നന്മകൾ, ഒരു ചെറിയ നന്മ ചെയ്താൽ ഒരുപാട് കൂലി കിട്ടുന്ന നാടാണ് മക്ക. പക്ഷെ അതേപോലെ ഒരു തിന്മ ചെയ്താൽ അതിന് ഡബിൾ ശിക്ഷയും കിട്ടുന്ന നാടാണ്. അതുകൊണ്ടാണ് ഞാൻ തിന്മയെ പേടിച്ചുകൊണ്ടാണ് ഞാൻ തായിഫിലേക്ക് താമസം മാറിയത്. തായിഫിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്, ഹിജ്റ 68. അതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, വഹുവ യഇദുഹു, റസൂൽ ആ വ്യക്തിക്ക് ഉപദേശം നൽകുകയായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ഇഗ്തനിം, നീ ഉപയോഗപ്പെടുത്തണം,
ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം. അതായത് ആ 5 കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിനെ നീ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക്, രോഗിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖ്രിക്, ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ഐശ്വര്യം, നിന്റെ സമ്പത്ത്, അത് നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിന്റെ ഉത്തരവാദിത്തത്തിൽ നീ മുഴുകി നീ മുഴുകുന്ന സമയത്തിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തണം. ഈ 5 കാര്യങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. ആരോഗ്യം, യുവത്വം, സമ്പത്ത്, അതേപോലെ തന്നെ ഒഴിവ് സമയം, ജീവിതം. ഇത് 5ന്റെ പ്രത്യേകത, ഇതൊരിക്കലും ശാശ്വതമല്ല, ഇത് നീങ്ങിപ്പോകും. ഈ 5 നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അവകളെ നീ എന്ത് ചെയ്യണം? വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാണ്, ഫമർഹലതു ശബാബ്, ഈ യൗവന കാലഘട്ടം, ദാഖിലത്തുൻ ഫീ ഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയാതക ഖബ്ല മൗതിക്. അല്ലേ, റസൂലുള്ളാഹി തങ്ങൾ ഈ തുടങ്ങിയത് എങ്ങനെയാ? ശബാബ ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം. ആ ഹദീസ് അവസാനിപ്പിച്ചത് എങ്ങനെയാ? ഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള ജീവിതം. ഈ ജീവിതത്തിലെല്ലാം പെട്ടില്ലേ? ഈ ജീവിതം നമ്മൾ തുഫൂലത്ത് പെട്ടില്ലേ? കുട്ടിക്കാലം പെട്ടു, യൗവനം പെട്ടു, മധ്യവയസ്കൻ പെട്ടു, വാർദ്ധക്യം പെട്ടു, എല്ലാം പെട്ടില്ലേ? എന്നിട്ടും റസൂല് ഇതിന് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം, ലാകിന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്സ ഹാദിഹിൽ മർഹലത ബിദ്ദിക്ർ, റസൂല് ശബാബ്, യുവത്വം എന്ന് എടുത്തു പറയാൻ കാരണം ലിഇലമി അഹമ്മിയതിഹാ വകബീരി ശഅനിഹാ, അതിന്റെ കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. റസൂൽ കുട്ടിക്കാലം എടുത്തു പറഞ്ഞില്ല. അല്ലേ, നമ്മളൊക്കെ സാധാരണ എല്ലാ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാര്യമാണ്, കഴിഞ്ഞു പോയ കുട്ടിക്കാലം തിരിച്ചു കിട്ടൂല, എല്ലാവരും കുട്ടിക്കാലത്തേക്കാ മടങ്ങുക. പക്ഷെ റസൂൽ പറഞ്ഞെന്താ അറിയോ? കുട്ടിക്കാലമല്ല, അത് കഴിഞ്ഞു പോയി, ഖലാസ്. നിങ്ങൾ യൗവനം, ആ യൗവനത്താണ് റസൂൽ എടുത്തു പറയാൻ കാരണം മറ്റുള്ള എല്ലാ കാലഘട്ടത്തിനേക്കാളും പ്രാധാന്യവും മഹത്വവും ഉണ്ട് ആ കാലഘട്ടത്തിന്. അതുകൊണ്ട് തന്നെ ഫയംബഗി, അനിവാര്യമാണ്, അത്തയഖ്ഖുദു ലിദാലിക വഅദ്മി തഹാവുനി ബിഹാ, അതിൽ ശ്രദ്ധ ചെലുത്തലും അതേപോലെ അശ്രദ്ധമാകാതിരിക്കലും അനിവാര്യമാണ്. അതേപോലെ വനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂട്ടത്തിൽ ഖുർറാ എന്നറിയപ്പെട്ട സഹാബിയാണ്. അല്ലേ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ജിബ്രീൽ ഇറക്കിയതുപോലെ പാരായണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്നു ഉമ്മി മക്തും, ഇബ്നു ഉമ്മി അബ്ദ്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അതായത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് മസ്ഊദിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഖുർആൻ പഠിക്കുക. അദ്ദേഹം ഖുർആൻ എങ്ങനെയാണ് ഇറങ്ങിയത് അങ്ങനെ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലേ, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത സഹാബിയും കൂടിയാണ്. മറ്റുള്ളവർക്ക് പ്രഗത്ഭനായ സഹാബിയൻ, വളരെ പ്രായം ചെന്ന ഒരു സഹാബിയും കൂടിയാണ്. അദ്ദേഹം പറയാണ്, ലാ തസൂലു ഖദമു ഇബ്നി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ കാൽപാദം മുന്നോട്ട് ചലിപ്പിക്കാൻ സാധ്യമല്ല, മിൻ ഇൻദി റബ്ബിഹി, റബ്ബിന്റെ അടുക്കലിൽ നിന്നും. അതായത് ഹിസാബിന്റെ വേളയിൽ, ഹിസാബ് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സമയം അനങ്ങാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ നമ്മുടെ കാൽപാദം അനക്കാൻ സാധ്യമല്ല. 1 അൻ ഉംരിഹി ഫീമാ അഫ്ന, നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്. ഫീമാ അഫ്ന, നീ എവിടെയാണ് നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ ചെലവാക്കി കളഞ്ഞത്. വഅൻ ശബാബിഹി ഫീമാ അബ്ല, രണ്ടാമത്തെ കാര്യം. ഇവിടെ ആയുസ് എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടില്ലേ, ജനനം മുതൽ മരണം വരെ എല്ലാം പെട്ടു. വീണ്ടും റസൂൽ പറഞ്ഞു വഅൻ ശബാബിഹി, നിന്റെ യൗവനത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. ഫീമാ അബ്ല, നീ എവിടെയാണ് അതിനെ നശിപ്പിച്ച് കളഞ്ഞത്, ആ യൗവനത്തെ നീ എവിടെയാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്ന് ചോദിക്കപ്പെടാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ വമാലിഹി മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ, നിന്റെ സമ്പത്തിനെ സംബന്ധിച്ച് നീ എവിടെ നിന്ന് അധ്വാനിച്ചു, എവിടെ ചെലവഴിച്ചു.
രണ്ടും ചോദ്യം ഉണ്ടാവും. എങ്ങനെ സമ്പാദിച്ചു, എവിടെ നിന്ന് സമ്പാദിച്ചു, അതേപോലെ എങ്ങനെ ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു, ഇതിനെ സംബന്ധിച്ചും നീ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നീ പഠിച്ച കാര്യത്തിൽ നീ എന്ത് അമൽ ചെയ്തു എന്നും ചോദിക്കപ്പെടും. ഇതായിരിക്കും പരലോകത്ത് മനുഷ്യൻ ചോദിക്കപ്പെടുന്ന 5 ചോദ്യങ്ങൾ, അല്ലേ? അതിൽ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒന്ന്, നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്. ആ ആയുസ്സിന് എന്ത് പെട്ടും? യൗവനവും പെട്ടു. പക്ഷെ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗവനത്തെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. എന്തുകൊണ്ട്? അതിന്റെ പ്രാധാന്യം കാരണം, അതിന്റെ മഹത്വം കാരണം. പറയാൻ فأخبر النبي صلى الله عليه وسلم أن المرء يسأل يوم القيامة عن حياته بسؤالين. ശരിക്കും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്, ഖിയാമത്ത് നാളിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് 2 പ്രാവശ്യം ചോദിക്കപ്പെടും. അൽ അവ്വൽ, അതിൽ ഒന്നാമത്തത്, അൻ ഹയാതിഹി ഉമൂമൻ മിൻ അവ്വലിഹ ഇല ആഖിരിഹ, അവന്റെ ജീവിതത്തെ മുഴുവൻ സംബന്ധിച്ചു, ജനനം മുതൽ മരണം വരെയുള്ള ഓരോ സെക്കൻഡുകളെ സംബന്ധിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. 2, അൻ മർഹലത്തി ശബാബ് ഖുസൂസൻ, പ്രത്യേകിച്ച് യൗവന കാലഘട്ടത്തെ സംബന്ധിച്ചും ചോദിക്കപ്പെടും. ഞാൻ റസൂൽ ഹദീസ് 2 എടുത്തു പറയാൻ കാരണം. എന്നിട്ട് പറയാൻ മാ അന്നഹു ഇദാ സുഇല അൻ ഹയാതിഹി, അതോടൊപ്പം തന്നെ മനുഷ്യൻ അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടാൽ ഫഇന്ന മർഹലത ശബാബ് ദാഖിലതുൻ ഫീഹാ, ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടാൽ മനുഷ്യൻ അവന്റെ യൗവനവും ആ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതാ. ലാകിന്നഹു യുസ്അലു യൗമൽ ഖിയാമത്തി അൻഹാ സുആലൻ ഖാസ്സ, എങ്കിലും പ്രത്യേകമായി യൗവനത്തെ സംബന്ധിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനടക്കം, നമ്മുടെ ഈ പ്രായത്തെ സംബന്ധിച്ചും ഈ കാലഘട്ടത്തെ സംബന്ധിച്ചും ഈ ആരോഗ്യത്തെ സംബന്ധിച്ചും ഈ സമയത്തെ സംബന്ധിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വലിഹാദ, അതുകൊണ്ടാണ് യംബഗി അലശ്ശാബ്, യുവാക്കൾക്ക് അനിവാര്യമാണ്, അയന്തബിഹ ലി അഹമ്മിയതി ഹാദിഹിൽ മർഹല, കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ യൗവന കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയുള്ളവരാകൽ അനിവാര്യമാണ്. വയതദക്കറ ദായിമൻ, എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം, അന്ന റബ്ബഹു അസ്സ വജൽ സയസ്അലുഹു യൗമൽ ഖിയാമത്തി മാദാ അമില ഫീഹാ, മറ്റുള്ള കാലഘട്ടം പോലെയല്ല, റബ്ബ് നിങ്ങളുടെ ഈ യൗവന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് തീർച്ചയായും ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച് ചരിത്രത്തിന്റെ ഭാഗമായവരെല്ലാവരും യൗവന കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. എങ്ങനെ? നമ്മുടെ നാട്ടിൽ സമൂഹം ഒരു നിലക്ക് നീന്തുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തിയവർ മാത്രമേ ചരിത്രം സൃഷ്ടിക്കുകയും ചരിത്രത്തിന്റെ ഭാഗമാകുകയിട്ടുമുള്ളൂ. അതല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തിയവർ എന്നും മഴവെള്ളപ്പാച്ചലിൽ ഒളിച്ചു പോകുന്ന ചണ്ടികളെ പോലെ എല്ലാം കഴിഞ്ഞ് അവസാനം കരക്കടിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒഴുക്കിനെതിരെ നീന്തിയവർ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ, അതും യൗവനത്തിലാണ് അവരത് തുടങ്ങിയത്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് സഹാബാക്കൾക്ക്, യുവാക്കൾക്ക് നസീഹത്ത് നൽകിയിട്ടുള്ളത്. കാലഘട്ടത്തിന്റെ ട്രെൻഡിനനുസരിച്ച് പോകാതെ അതിനെതിരെ നീന്താൻ യൗവന കാലഘട്ടത്തിലെ യുവാക്കൾക്ക് സാധിക്കണം. കാലഘട്ടത്തിന്റെ ട്രെൻഡിന്റെ കൂടെ പോകാതെ. ഈ കാലഘട്ടത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് യുവാക്കൾക്ക് മദ്യം, ലഹരി, മയക്കുമരുന്ന്, പെണ്ണ്, ഈ മേഖലകൾ, അതേപോലെ സംഗീതം, ഈ ട്രെൻഡിനനുസരിച്ച് നീങ്ങുമ്പോൾ അതിനെതിരെ ഒരു മുവഹിദായി മുത്തബിഉസ്സുന്നയായി ആ ഒഴുക്കിനെതിരെ നീന്തി ചരിത്രം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതായിരിക്കണം ഈ കിതാബ് നമുക്ക് നൽകുന്ന പ്രചോദനം. അതുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാൻ, തീർച്ചയായും യൗവന കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കും. ഇളാഫതൻ ഇലസ്സുആലി അൻ അമലിഹി ഫീ ഉംരിഹി കുല്ലി, ഏതിന്റെ കൂടെ? നിന്റെ ജീവിതത്തിന് മുഴുവൻ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകമായി ചോദിക്കൂ, നിങ്ങൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നിങ്ങളുടെ ഈ മർഹല, ഈ മേഖലയിൽ, ഈ യൗവന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദിക്കപ്പെടും. ലിഅന്നഹ മർഹലത്തുൽ ഖുവ്വതി വന്നശാ, എന്തുകൊണ്ട്? ആ കാലഘട്ടമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും നിങ്ങളുടെ ഉന്മേഷത്തിന്റെയും കാലഘട്ടം. വയുസ്രിൽ ഹറകതി,
ചലനങ്ങൾ എളുപ്പമാകുന്ന കാലഘട്ടം അല്ലേ? നിങ്ങളുടെ ഈ യൗവന കാലഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്നിടത്ത് നിങ്ങളുടെ ശരീരം സഞ്ചരിക്കും. പ്രായം ചെന്നാലോ മനസ്സാഗ്രഹിക്കും, പക്ഷെ ശരീരത്തിന് അവിടെ എത്താൻ സാധിക്കൂല. ഇപ്പൊ നിങ്ങൾ തഹജ്ജുദ് എഴുന്നേൽക്കണം, നിസ്കരിക്കണം എന്ന് നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. പ്രായം ചെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കും, കൊതിക്കും, പക്ഷെ ആരോഗ്യം സമ്മതിക്കൂല, ശരീരം സമ്മതിക്കൂല. എന്നിട്ട് പറയാൻ വഖുവ്വത്തിൻ്റെ അളായി വക്തിമാലിൽ ഹവാസ്, നിങ്ങളുടെ കാഴ്ചശക്തി, കേൾവിശക്തി, ഗ്രഹണശക്തി എല്ലാം നിങ്ങൾക്ക് പരിപൂർണ അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങളുടെ യൗവന കാലഘട്ടത്തിലാണ്. നിങ്ങളുടെ അവയവങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുന്നതും യൗവന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നവർ യൗവനത്തിൽ തുടങ്ങണം. വലിഹാദ, അതുകൊണ്ടാണ് ഹസ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശബാബ കമാ ഫിൽ ഹദീസ് സാബിഖ്, മുമ്പ് പറഞ്ഞ ഹദീസുകൾ ഉള്ളതുപോലെ റസൂലുള്ളാഹി തങ്ങൾ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചത് അലഗ്തിനാമി ഹാദിഹിൽ മർഹലതി ഇഗ്തിനാമൻ അദീമാ, ഈ കാലഘട്ടത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ റസൂൽ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ടാണ്. വഔസൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്ളൻ അഹ്ലൽ ഇൽമി വൽ മുഅ്തനീന ബിത്തർബിയതി വദ്ദഅവതി വത്തഅലീമി ബിശ്ശബാബ്, അതേപോലെ യുവാക്കൾക്ക് നസീഹത്ത് നൽകുന്നവർ, യുവാക്കൾക്ക് തർബിയത്ത് നൽകുന്നവരായ പണ്ഡിതന്മാരോട് റസൂലുള്ളാഹി തങ്ങൾ വസിയത്ത് ചെയ്തു. ലിഅന്ന ശാബ്, തീർച്ചയായും ഈ യുവാക്കൾ യഹ്താജു ഇലാ ഇനായത്തിൻ വമുലാതുഫ, ഈ യുവാക്കൾ ഓരോരുത്തരും പ്രത്യേകമായി പരിഗണനയും അനുകമ്പയും ആഗ്രഹിക്കുന്നവരാണ്. വരിഫ്ഖിൻ വതവദ്ദുദ്, സ്നേഹവും കൃപയും ആഗ്രഹിക്കുന്നവരാണ്. ശൈഖ് റഹ്മത്തുള്ളാഹി ഹദീസ് ഈ വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിഴച്ചു കാണുന്ന ഒന്നാണ്. യുവാക്കളുടെ പ്രത്യേകമായ താല്പര്യം, യുവാക്കളുടെ പ്രത്യേകമായ ഇഷ്ടം, യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഈ വാക്കിന്റെ സത്യസന്ധതയാണ്. ഇതൊരു ആലങ്കാരികമായ പ്രയോഗം അല്ല, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ്. അതേപോലെ തന്നെ തഹ്ബീബില്ലഹു ഫിൽ ഖൈരി വഅഹ്ലി, ആ യുവാക്കളെ എപ്പോഴും നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും നന്മ അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. ആര്? അവരെ മുന്നിൽ നിർത്തി തർബിയത്ത് നൽകുന്ന അവരുടെ ശൈഖന്മാർ, അല്ലെങ്കിൽ അവരുടെ തർബിയത്ത് നൽകുന്ന അവരുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ. ഹത്താ ലാ യതഖത്തഫഹു അഹ്ലുൽ ബാതിൽ വഅർബാബുൽ മുഹറമാത്, ഈ കാലഘട്ടത്തിൽ യുവാക്കളെ റാഞ്ചിയെടുക്കാൻ കാത്തിരിക്കുന്ന ഫിത്നയുടെയും അതേപോലെ തന്നെ ഹറാമിന്റെയും മേഖലകളിലേക്ക് ദഅവത്ത് ചെയ്യുന്ന, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിന് റാഞ്ചിയെടുക്കാൻ നിൽക്കുന്ന പരുന്തുകളിൽ നിന്നും യുവാക്കളെ നിങ്ങൾ ഒരിക്കലും അവരുടെ കയ്യിലകപ്പെടാതെ ഇങ്ങോട്ട് മാറ്റി നിർത്താൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിഹാദ, അതുകൊണ്ടാണ് ഹറസ സഹാബത്തു അലാ തഹ്ഖീഖി ഹാദിഹിൽ മആനിയൽ ജലീല, ഈ ഹദീസിൽ വന്നിട്ടുള്ളതായ അർത്ഥങ്ങളെ അർത്ഥപൂരിതമാക്കാൻ സഹാബാക്കൾ അതിയായ താല്പര്യം കാണിച്ചത്. കമാ ജാഅ അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു കാന ഇദാ റഅ ശബാബ്, ഏതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്നതുപോലെ അദ്ദേഹം ഇദാ റഅ ശബാബ്, യുവാക്കളെ കണ്ടാൽ ഖാല, അദ്ദേഹം പറയുമായിരുന്നു, മർഹബൻ ബിവസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൻ നുവസ്സിഅ ലക്കും ഫിൽ മജ്ലിസ്, ഇൽമിന്റെ സദസ്സുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇരിപ്പിടം ഒരുക്കാൻ റസൂൽ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വഅൻ നുഫ്ഹിമകുമുൽ ഹദീസ്, ഹദീസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും റസൂൽ നമ്മോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഫഇന്നകും ഖുലൂഫുന, നിങ്ങൾ നമ്മുടെ പിൻഗാമികളാണ്. വഅഹ്ലുൽ ഹദീസ് ബഅദന, നമുക്ക് ശേഷം നിങ്ങളാണ് ഈ ഇൽമിന്റെ ദ്വജവാഹകർ, അതുകൊണ്ട് നിങ്ങൾ ഈ ഇൽമിലേക്ക് കടന്നു വരണം എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. വകാന യുഖ്ബിലു അല ശാബ്, അതേപോലെ അദ്ദേഹം യുവാക്കളുടെ അടുക്കിലേക്ക് പോകുകയും ഫയഖൂലു ലഹു, എന്നിട്ട് ആ യുവാക്കളോട് പറയുകയും ചെയ്യും, യബ്ന അഖി, ഏ സഹോദര, ഇദാ ശകക്ത ഫീ ഷൈഇൻ, എന്തെങ്കിലും കാര്യത്തിൽ നിനക്കൊരു സംശയം ഉണ്ടായാൽ ഫസല്ലി, നിന്നോട് ചോദിക്കണം. ഹത്താ തസ്തൈഖിന, നിനക്ക് ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഉറപ്പാകുന്നത് വരെ. ഫഇന്നക ഇൻ തസ്രിഫ് അലൽ യഖീൻ, നീ യഖീനോട് കൂടി ഒരു മസലയിൽ യഖീനോട് കൂടി തിരിച്ചു പോക്കാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മിൻ അൻ തസ്രിഫ അല ശക്ക്,
ദീനിന്റെ വിഷയത്തിൽ സംശയമുള്ളവനായി പിരിഞ്ഞു പോകുന്നതിനേക്കാൾ എനിക്ക് പ്രിയം നീ ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടാകുകയും അത് നമ്മളോട് ചോദിക്കുകയും ആ വിഷയത്തിൽ ഉറപ്പുണ്ടാക്കിയെടുത്ത് തിരിച്ചു പോക്കാണ് എനിക്ക് പ്രിയമെന്ന് അദ്ദേഹം പറയുകയാണ്. അതേപോലെ വകാന അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ റഅ ശബാബ യത്ലുബൂനൽ ഇൽം, ഇൽമ ആഗ്രഹിക്കുന്ന, ഇൽമ തേടുന്ന യുവാക്കളെ കണ്ടാൽ അദ്ദേഹം പറയുമായിരുന്നു, മർഹബൻ ബിയനാബിഇൽ ഹിക്മ, ഹിക്മത്തിന്റെ ഇൽമിന്റെ ഉറവിടങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വമസാബിഹിൽ ദുൽ, ഇരുട്ടിനെ മായ്ച്ചു കളയുന്ന പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഖുൽഖാനി സിയാബ്, ഏറ്റവും നല്ല സ്വഭാവ രൂപീകരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജുദുദുൽ ഖുലൂബ്, ഹൃദയ വസന്തമാക്കാൻ നിങ്ങൾക്ക് സ്വാഗതം. ഹുറുസിൽ ബുയൂതി വറൈഹാനി കുല്ലി ഖബീലത്തിൻ, എല്ലാ നാട്ടിലെയും സമുദായത്തിലെയും സമൂഹത്തിലെയും ഊഷ്മളമായ മണം പരത്തുന്ന റൈഹാനുകളായ നിങ്ങൾക്ക് ഇൽമിലേക്ക് സ്വാഗതം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ووصايا السلف للشباب وعنايتهم بهذه المرحلة كثيرة جدا. അതുകൊണ്ട് തന്നെ സലഫുകൾ, മുൻഗാമികൾ ഈ യുവാക്കൾക്ക് നൽകിയ വസിയത്തുകളും നസീഹത്തുകളും ഈ യൗവന കാലഘട്ടത്തെ അവർ പരിഗണിച്ചതും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഫി ഹാദിഹി റിസാല, ഈ കിതാബിൽ, ഈ ചെറിയ കിതാബിൽ, അതായത് മിൻ വസായ സലഫ് ലിശബാബ് എന്ന് പറയുന്ന ഈ കിതാബിൽ ഇൻതഖൈതു ജുംലതൻ മിൻഹ, കുറച്ച് ഫായിദകളും നസീഹത്തുകളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മഅ തഅലീഖിൻ യസീരിൻ അലാ കുല്ലി വസിയ്യ, ഓരോ വസിയത്ത് പറയുമ്പോഴും അതിന് ചെറിയൊരു തഅലീഖും ഷെയ്ഖിന്റെ വക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് 15ഓളം വസിയത്തുകളാണ് ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ വസിയത്തിലേക്ക് തുടങ്ങുകയാണ്. അൽ വസിയത്തുൽ ഊല, ഒന്നാമത്തെ വസിയത്ത്. അൻ അബിൽ അഹ്വസ് ഖാൽ ഖാല അബൂ ഇസ്ഹാഖ് വഹുവ അംർ ഇബ്നു സബീഇ യാ മഅ്ശറ അശ്ശബാബ് ഇഗ്തനിമു ഐ ശബാബകും. അബുൽ അഹ്വസ് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞു, ഖാല അബൂ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ് പറയുകയുണ്ടായി, യാ മഅ്ശറ അശ്ശബാബ്, ഏ യുവ സമൂഹമേ, ഇഗ്തനിമു, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ഐ ശബാബക്കും, നിങ്ങളുടെ യൗവനത്തെ, യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ യൗവനത്തെ ഉപയോഗപ്പെടുത്തണം. ഖല്ലമാ തമുറു ബി ലൈലത്തുൻ, അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് രാത്രികൾ മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇല്ലാ വഅഖറഉ ഫീഹാ അൽഫ ആയത്തിൻ, അതായത് എല്ലാ ദിവസ രാത്രിയും 1000 ആയത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും. ഇദ്ദേഹം ഫഖ്റിന് വേണ്ടി എടുത്തു പറയുന്നതല്ല, റിയാഇന് വേണ്ടി എടുത്തു പറയുന്നതല്ല, മറിച്ച് യുവാക്കൾക്ക് പ്രോത്സാഹനം നൽകാൻ പറയുന്ന വാക്കുകളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ രാത്രിയും 1000 ആയത്തുകൾ പാരായണം ചെയ്യും. വഇന്നീ ലഅഖറഉൽ ബഖറ, ഞാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യും. ഫീ റക്അത്തിൻ, ഒരു റക്അത്തിൽ. വഇന്നീ ലഅസൂമു അശ്ഹുറുൽ ഹുറും, അശ്ഹുറുൽ ഹുറും എന്ന് പറയപ്പെട്ട പവിത്രമായ 4 മാസങ്ങൾ, ഈ 4 മാസം മുഴുവനായി ഞാൻ നോമ്പെടുക്കും. ഏതൊക്കെയാണ് 4 മാസങ്ങൾ? അശ്ഹുറുൽ ഹുറും അല്ലേ? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടക്കുന്ന സമയം അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 ആയിരുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, 4 അതിൽ പവിത്രമാണ്. ഏതാ പവിത്രമായ മാസം? റസൂലുള്ളാഹിയുടെ ഹദീസ് വിശദീകരിച്ചു. ഏതൊക്കെയാ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ. ഈ 4 മാസം മുഴുവനായി നോമ്പിൽ നാം പൂർത്തിയാക്കും. അതേപോലെ വസലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കും. അയ്യാമുൽ ബീദിന്റെ നോമ്പ് കേട്ടിട്ടില്ല? അത് സുന്നത്തായ നോമ്പാണ് അയ്യാമുൽ ബീദ്. അറബി മാസം അനുസരിച്ച് എല്ലാ മാസവും 3 ദിവസം. അത് ഏതൊക്കെ ദിവസം? 13, 14, 15. അതാണ് അയ്യാമുൽ ബീദ്, സുന്നത്ത് നോമ്പാണ്. അതേപോലെ വസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുമായിരുന്നു. 2 നോമ്പ് സുന്നത്താണ്. വ്യാഴാഴ്ചത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, അബ്ദുകളുടെ, അടിമകളുടെ ഒരാഴ്ചത്തെ അമലുകൾ അല്ലാഹുവിൽ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പം എൻ്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂൽ വ്യാഴാഴ്ച നോമ്പെടുക്കും, സുന്നത്താണ്. അതേപോലെ തിങ്കളാഴ്ച റസൂൽ പറഞ്ഞു, ഖുലിഖ്തു ഫീഹ, ഞാൻ
ജനിച്ചത് ആ ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ആ ദിവസം നോമ്പെടുക്കും. അതും സുന്നത്താണ്. തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. സുമ്മ തല, എന്നിട്ട് അദ്ദേഹം അബൂ ഇസ്ഹാഖ് റഹ്മഹുല്ലാ ഈ ആയത്ത് പാരായണം ചെയ്തു. വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നിഅമത്തിനെ സംബന്ധിച്ച് സംസാരിക്കുക. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിനെ സംബന്ധിച്ച് സംസാരിക്കുക. ഈ ആയത്തിന്റെ പശ്ചാത്തലം, നിങ്ങൾക്ക് ഒരു നിഅമത്ത് കിട്ടിയാൽ നിങ്ങളത് പറയണം. എന്തിന്? ഫഖ്റടിക്കാനല്ല, ജിയാഇനല്ല, കിബർ കാണിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകാൻ. ഇപ്പൊ ശേഖർ പറയാൻ കാരണം എന്താ? ഇത് അല്ലാഹു തന്ന നിഅമത്താണ്. നോമ്പെടുക്കാനുള്ള ആരോഗ്യം, ദീർഘമായി നിസ്കരിക്കാനുള്ള ആരോഗ്യം, ഇതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങളും ഇങ്ങനെ പ്രോത്സാഹനം ഉണ്ടാകുന്നതിന് വേണ്ടി. അതാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി ഈ സംഭവത്തിന് നമ്മുടെ ഷെയ്ഖിന്റെ ചെറിയൊരു താരീഖ്. ഖൗലുഹു അഖറഉ അൽഫ ആയത്തിൻ ഫിൽ ലൈല, ഒരു രാത്രി 1000 ആയത്ത് പാരായണം ചെയ്യും എന്ന് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് പറഞ്ഞതിന്റെ ഉദ്ദേശം യുറാദു ബിഹി അത്തഖ്രീബ് ലത്തഹദീദ്. 1000 എന്ന് പറഞ്ഞാൽ 1000 തന്നെ എന്നല്ല, തഖ്രീബ് ഏകദേശം 1000. ചിലപ്പോൾ ആയത്തിൽ കുറയാം, ചിലപ്പോൾ ആയത്തിൽ കൂടാം. അല്ലെ, നമ്മൾ ഗലബത്തിന് വേണ്ടി പറയുന്നത് 100ഓളം വിദ്യാർത്ഥികൾ വന്നിരുന്നു നമ്മൾ പറയില്ലേ, കറക്റ്റ് 100 കുട്ടികളാ? അല്ല, ചിലപ്പോൾ 80 ആയിരിക്കും, ചിലപ്പോൾ 110 ഉണ്ടാവും. അല്ലെ, അതിനാണ് തഹദീദ് അല്ല, തഖ്രീബിന് വേണ്ടി പറയുക എന്ന് പറയുന്നത്. വമഅനാഹു, അതിന്റെ ഉദ്ദേശം അന്നഹു യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ഉസ്ബൂഇൻ മറ, ആഴ്ചയിൽ ഒരു ഖത്തം നിർബന്ധമായി അദ്ദേഹം പൂർത്തിയാക്കുമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് സലഫുകളുടെ ഒരു മാതൃകയായിരുന്നു. സഹാബാക്കളായാലും താബികളായാലും തബൂ താബികളായാലും ഇമാമുമായാലും മുജ്തഹിദീങ്ങളായാലും മുമ്പ് കഴിഞ്ഞു പോയ സലഫുകൾ അവിടെ മാതൃകയിൽപ്പെട്ടതാണ്. അവര് ആഴ്ചയിൽ ഒരു ഖത്തം പൂർത്തിയാക്കും. എളുപ്പമാണ് ആഴ്ചയിൽ ഖത്തം പൂർത്തിയാക്കാൻ, അല്ലേ? വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടറിഞ്ഞ സമയം ഷെഡ്യൂൾ ചെയ്താൽ ഓതാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് മൊബൈലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ സമയം അതിനുവേണ്ടി ഷെഡ്യൂൾ ചെയ്താൽ, ഞാൻ കണ്ടിട്ടുണ്ട് ആഴ്ചയിൽ എന്നല്ല 4-5 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മദീനയിൽ ഒരു ദിവസം ഷെയ്ഖ് അബ്ദുർ റസാഖിന്റെ ദർസിൽ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. സുഡാനിയാണ്, നല്ല പ്രായമുണ്ട്, 54 വയസ്സുണ്ട്. അദ്ദേഹം സുഡാനിൽ നിന്ന് മദീനയിലേക്ക് വന്നത് ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നത്. ഇപ്പൊ ഞാനുമായി ഒരുപാട് സംസാരിച്ചു. ആ സംസാരത്തിന്റെ കൂട്ടത്തിൽ അത് സാധാരണക്കാരനാണ്, വലിയ ആലിമും അല്ലാമയൊന്നുമല്ല, സാധാരണ മനുഷ്യൻ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു നിങ്ങളെ ജീവിതമാർഗം എങ്ങനെയാണ്? അദ്ദേഹം പ്രത്യേകിച്ച് ജീവിതമാർഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല. മദീന പള്ളിയിൽ അവിടെ ഇൽമു പഠിക്കുന്നവർക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ബിൽഡിങ്ങിൽ ഇങ്ങനെ താമസിക്കും, ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കൊണ്ടുതരും. അത് മദീനയുടെ പ്രത്യേകതയും കൂടിയാണ്. മദീനയിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല, അള്ളാഹു ഒരു റിസ്ക് നൽകും. മക്കയുടെയും മദീനയുടെയും പ്രത്യേകതയാണത്. ഖുർആൻ അത് വിശദീകരിച്ചതാണല്ലോ. ലോകത്ത് എവിടെ കിട്ടാത്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മക്കത്തും മദീനത്തും കിട്ടും. ലോകത്ത് എവിടെ കിട്ടുന്ന ഭക്ഷണം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് 3 കാര്യങ്ങൾ അദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഒന്ന് ഖുർആൻ മുഴുവൻ ഹിഫ്ള. രണ്ടാമത്തത് ഷാത്തിബിയ, മംദൂമത്തു ഷാത്തിബിയ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഇൽമുൽ ഖിറാഅത്ത്. നമ്മുടെ നാട്ടിൽ ആ പ്രസിദ്ധമാകാത്തൊരു ഇൽമാണ് ഇൽമുൽ ഖിറാഅത്ത്. ഖുർആനിന്റെ ഇജാസാത്തുകളും ഖുർആനിന്റെ റിവായാത്തുകളും ഖുർആനിന്റെ ഓതണ്ട ശൈലി നിങ്ങൾ കേട്ടില്ലേ? 10ഓളം റിവായത്തുകൾ കേട്ടില്ലേ, വ്യത്യസ്ത രൂപത്തിൽ ഓതുന്നത്? അതിന്റെ ഇൽമുകളാണ്. 1000 ബൈത്താണത്, 1000 ബൈത്ത്. ആ ബൈത്തിൽ ഈ ഇൽമിനെ ബൈത്തിന്റെ രൂപത്തിൽ ക്രോഡീകരിച്ചത് 1000 ബൈത്ത്. ആ ബൈത്ത് ഇദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഇന്നും മദീനയിലെ ഇവിടെ സിലബസിൽ പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ഹിഫ്ളാക്കുന്നുണ്ട് ഷാത്തിബിയ. അതേപോലെ ബുലൂഗുൽ മറാം, ഏകദേശം 1480ഓളം ഹദീസുകളുണ്ട്. അതിൽ 1480ഓളം ഹദീസുകൾ ബുലൂഗുൽ മറാം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ കിതാബ്. ഈ കിതാബ് അദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഒരാഴ്ചയിൽ ഈ 3 കിതാബ്, ഖുർആൻ, ബുലൂഗുൽ മറാം, അഷ്ഷാത്തിബിയ, ഇത് 3 ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും മുറാജഅ ചെയ്യും കാണാതെ. ആഴ്ചയിൽ ഇത് 3 ആലോചിച്ചൊക്കെ. ഖുർആൻ മാത്രമല്ല, ഖുർആന്റെ കൂടെ ഈ ഹദീസ്, അതിൻ്റെ കൂടെ മൻദൂമത്തു ഷാത്തിബിയ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും 3 ഞാൻ മുറാജഅ ചെയ്യും. അതായത് പ്രത്യേകത എന്താ പറയുക, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനത്തെ ഫോണില്ല, ടോർച്ച് സെറ്റ് ഫോണാണ് ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് സമയം അദ്ദേഹം ലാഭിക്കാനും പറ്റും. അപ്പൊ ഈ കാലഘട്ടം നടക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് പറഞ്ഞതാണ്, സഹാബാക്കൾക്കും താബികൾക്കും ഇമാമുമാർക്കൊക്കെ പറഞ്ഞതാണ്. നമുക്ക് പറ്റൂല എന്ന് പറയുന്ന അർത്ഥമില്ല, അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അംർ ബിൻ മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയം
അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചുകൊണ്ട് ഒരു വസിയത്ത് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? മോനെ, ഞാൻ ഈ കിടക്കുന്ന റൂം എൻ്റെ മരണശേഷം നിനക്കുള്ളതാണ്. ഈ റൂമിൽ വെച്ച് നീ തിന്മകൾ ചെയ്യുന്നത് സൂക്ഷിക്കണം. കാരണം ഈ റൂമിൽ വെച്ച് 12,000 തവണ പരിശുദ്ധ ഖുർആൻ ഞാൻ ഖത്തം ഓതിയിട്ടുണ്ട്. നമുക്ക് പറ്റുമോ നമ്മുടെ അനിയന്മാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഉപദേശിക്കാൻ? നമ്മൾ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ മോനെ, അനിയനെ വിളിച്ചിട്ട് എനിക്ക് പകരം നീ ആയിരിക്കും ഇവിടെ കിടക്കുക, നീ റബ്ബിനെ സൂക്ഷിക്കണം, കാരണം ഞാൻ ഇത്ര പ്രാവശ്യം ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇത്ര തഹജ്ജുദ് നിസ്കരിച്ചെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അത് പറ്റണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഖുർആൻ മുഴുവനായി ഖത്തം തീർക്കുമായിരുന്നു. അത് മാത്രമല്ല, വഖതമുൽ ഖുർആനി ഫീ കുല്ലി ഉസ്ബൂഇൻ മറത്തൻ ഹുവ ദഅബു ആമ്മത്തി സലഫ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഖത്തം പൂർത്തീകരിക്കുക എന്നുള്ളത് മുൻഗാമികളുടെ സലഫുകളുടെ എല്ലാ സലഫുകളുടെയും ഒരു പ്രത്യേകമായ ഒരു മാതൃകയായിരുന്നു, അവരുടെ ചര്യയായിരുന്നു അത്. وعن عمرو بن ميمون أنه كان يلقى الرجل. عمرو بن ميمون അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, أنه كان يلقى الرجل من إخوانه فيقول. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയാൽ അദ്ദേഹം പറയുമായിരുന്നു, لقد رزقني الله البارحة من الصلاة كذا. ഇന്നലെ രാത്രി അല്ലാഹു എനിക്ക് ഇത്ര റക്അത്ത് നിസ്കരിക്കാൻ തൗഫീഖ് നൽകി. ورزق من الخير كذا. ഇന്നലെ രാത്രി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകി. എന്തിനാ പറയുന്നത്? അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കാണിക്കാനല്ല, മറിച്ച് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി. قال أبو عبد الله الحاكم في المستدرك. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ പറയുന്നുണ്ട്, بعد إخراجه للأثرين السابقين. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ രണ്ട് അസറുകളും ഉദ്ധരിച്ചുകൊണ്ട് മുസ്തദറക്കിൽ ഇമാം ഹാക്കിം പറയുന്നു, فرحم الله عمرو بن عبيد السبيعي وعمرو بن ميمون الأودي. രണ്ടാൾക്കാരാണ്, അംബ്ർ ബിൻ മൈമൂനും അംബ്ർ ബിൻ ഉബൈദും. ഈ രണ്ടാൾക്കാരും അള്ളാഹുവോട് കരുണ കാണിക്കട്ടെ. ഫലഖദ് നബ്ബഹഹ ലിമാ യുറഗ്ബു الشباب في العبادة. അവർ രണ്ടുപേരും അവരുടെ അസറിൽ സൂചിപ്പിച്ചത് യുവാക്കൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. അവർ കിബറോ ഫഖറോ പറഞ്ഞതല്ല. അതേപോലെ വഫിൽ അസറൈനി അയ്ളൻ, ഈ പറയപ്പെട്ട രണ്ട് അസറുകളിലുമുണ്ട് അത്തർബിയത്തു ബിൽ ഖുദ്വ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യുവാക്കൾക്ക് എപ്പോഴും വേണ്ടത് ഒരു മാതൃകയാണ്, എപ്പോഴും വേണ്ടത് ഒരു മാതൃകയാണ്. ഈ രണ്ട് ശൈഖന്മാരും അംബ്ർ ബിൻ ഉബൈദും അംബ്ർ ബിൻ മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹിം, അവർ രണ്ടുപേരും യുവാക്കൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, മറിച്ച് മാതൃകയാകുകയാണ്. സ്വന്തം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, മാതൃക കൂടിയാണ്. അതാണ് യുവാക്കൾക്ക് വേണ്ടത്. ഫശാബ്, അതുകൊണ്ട് തന്നെ യുവാക്കൾ യഹ്താജു ഇലാ ഹാദൽ മഖാം, അവർ ഈ കാലഘട്ടത്തിൽ ആവശ്യക്കാരാണ്. ഹത്താ യൻഷിത വയസ്ഹുല അലൈഹിൽ ഇംതിസാൽ, അവർക്കെല്ലാം പിന്തുടരുന്നതിന് വേണ്ടി, എല്ലാം അവരുടെ ജീവിതം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അവർക്കൊരു ഖുദ്വത്തിനെയാണ് ആവശ്യം, ഒരു മാതൃകയാണ് ആവശ്യം. ലാകിൻ പക്ഷേ യംബഗി ലിൽ മുഅല്ലിം അൻ യതനബ്ബഹ ഇലാ ഹുസ്നി നിയ്യതിഹി വ ഖസ്ദിഹി. ഇത് ശൈഖന്മാർക്കുള്ള നസീഹത്താണ്. നിങ്ങൾ നിങ്ങളുടെ യുവാക്കളെ തർബിയത്ത് നൽകുമ്പോൾ നിങ്ങൾ ചെയ്ത അമലുകൾ എടുത്തു പറയാം, അവർക്ക് മാതൃക നൽകുന്നതിന് വേണ്ടി. പക്ഷേ നിങ്ങളുടെ നിയ്യത്ത് നിങ്ങൾ നന്നാക്കണം. ഹത്താ ലാ യഖഉ ഫി റിയാഇ ഫയഹ്ബിതു അമലുഹു. നിങ്ങളത് റിയാവും ലോകമാനതയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിലൂടെ നിങ്ങളുടെ അമലുകൾ ബാത്തിലാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അത് ഉസ്താദന്മാർക്കും ഷേഖന്മാർക്കും നൽകിയ നസീഹത്ത്. രണ്ടാമത് അൽ വസിയത്തു സാനിയ, രണ്ടാമത്തെ നസീഹത്ത്. വമിൻ ജുംലത്തി വസായ അസ്സലഫ് ലിശ്ശബാബ്, യുവാക്കൾക്കുള്ള സലഫുകൾ നൽകിയ വസിയത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മാ ജാഅ അൻ ഹമ്മാദ് ഇബ്നു സൈദ് അന്നഹു ഖാൽ. ഹമ്മാദ് ഇബ്നു സൈദിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത്. രണ്ടാൾക്കാണ് ഹമ്മാദ്, ഒന്ന് ഹമ്മാദ് ഇബ്നു സലമ, രണ്ട് ഹമ്മാദ് ഇബ്നു സൈദ്. അധികം ആൾക്കാർക്ക് മാറിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹമ്മാദ് ഇബ്നു സലമ അദ്ദേഹം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദ. ഹമ്മാദ് ഇബ്നു സലമ. ഹമ്മാദ് ഇബ്നു സൈദ് പിന്നീട് കാലഘട്ടത്തിൽ വന്ന ആൾക്കാരാണ്. അധികം ആൾക്കാർ തെറ്റിക്കുന്ന ഒരു വിഷയമാണ്. ഹമ്മാദ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹമ്മാദ് സലമൻ ആലോചിച്ചു, കാരണം അദ്ദേഹം മഷ്ഹൂറാണ്. അബൂ ഹനീഫന്റെ ഉസ്താദ് എന്ന നിലക്ക് അദ്ദേഹം മഷ്ഹൂറാണ്. ഹമ്മാദ് ഇബ്നു സലമ, അദ്ദേഹം ഹമ്മാദ് ഇബ്നു സൈദ്. അദ്ദേഹം പറയാണ്, ദഖൽനാ അലാ അനസ് ബിൻ സീരീൻ. അനസ് ബിൻ സീരീന്റെ അടുക്കലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഫീ മറദിഹി, അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയായിരുന്നു. ഫഖാല, അപ്പം രോഗശയ്യയിൽ കിടക്കുന്ന അനസ് ഇബ്നു സീരീൻ നമ്മളോട് പറഞ്ഞു, ഇത്തഖുല്ലാഹ യാ മഅശറ ശബാബ്. അതിന്റെ അർത്ഥം ഹമ്മാദ് ബിൻ സൈദ് യുവാവായിരുന്നു എന്നർത്ഥം. അദ്ദേഹം പോയ സമയം. ഇത്തഖുല്ലാഹ യാ മഅശറ ശബാബ്, യുവ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഉൻദുറു, നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ്, നിങ്ങൾ ഈ ഹദീസുകൾ
ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അത് ദീൻ, ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഹദീസ് മിൻ ദീനി, കാരണം ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ് അല്ലെ. ഓരോ ഹദീസും നമ്മുടെ ദീനാണ്. അപ്പൊ നിങ്ങൾ ഹദീസ് സ്വീകരിക്കുന്നത് ആരിൽ നിന്ന് നിങ്ങൾ നോക്കണം. അതാണ് രണ്ടാമത്തെ വസിയത്ത് യുവാക്കളോട്. ഇത് ഈ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ യോജിച്ചൊരു നസീഹത്ത് വേറെ കിട്ടാനില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനേക്കാൾ യോജിച്ചൊരു നസീഹത്തും വസിയത്തും വേറെ കിട്ടാനില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എല്ലാം സുലഭമാണ്. ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നടന്ന ഇൽമിന്റെ ഏത് സദസ്സ് നമുക്കത് കിട്ടും. ഏത് ശൈഖമാരുടെ ദർസുകളും കിട്ടും. ഏത് ഭാഷയിൽ വേണമെങ്കിലും കിട്ടും. ഏത് രൂപത്തിൽ വേണമെങ്കിലും കിട്ടും ഇല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര എളുപ്പമായ രൂപത്തിൽ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കണം, എവിടെ നിന്ന് സ്വീകരിക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ നമ്മളെങ്ങാനും ഒരു ഇൽമ് ചോദിച്ചുകൊണ്ട് ഒരു ബിദഈന്റെ അടുക്കലേക്കാണ് പോകുന്നതെങ്കിൽ, ബിദഈയുടെ പ്രത്യേകത അറിയോ? ഷാഫി റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, ബിദഈകൾ യുവാക്കളെ കൂടെ കൂടും. എന്നിട്ട് ആ യുവാക്കളോട് അവർ തുടങ്ങുന്നത് ആദ്യം നിങ്ങളുടെ അഖീദ എന്താണോ അത് വെച്ചിട്ട് അവർ തുടങ്ങുക. നിങ്ങളുടെ അഖീദ എന്താണോ അത് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് തോന്നും അദ്ദേഹം നമ്മുടെ അതേ അഖീദയിലാണ്. പക്ഷെ സംസാരം പൂർത്തീകരിച്ച് പോകുമ്പോക്ക് അവന്റെ വിദഅത്തുകൾ നിങ്ങളുടെ അഖീദയിലൂടെ നിങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്തിട്ടുണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. ബിദഅകളുടെ സ്വഭാവം അതാണ്. വന്നുടനെ തന്നെ നിങ്ങളോടൊന്നും സംസാരിക്കൂല, അവരെ വിദഅത്തിനെ സംബന്ധിച്ച് സംസാരിക്കൂല, അവരുടെ ആശയം ആദർശം സംസാരിക്കൂല. മറിച്ച് നിങ്ങളുടെ അഖീദയിലൂടെ അവർ തുടങ്ങും. എന്നിട്ടോ യുവാക്കളുടെ പോരായ്മകൾ അവർ കണ്ടെത്തും. യുവാക്കൾ എവിടെയാണ് വീക്ക്നെസ് ആയിട്ടുള്ളത് അവിടെ അവർ പിടിക്കും. അതിലൂടെ അവരുടെ അഖീദയും അവരുടെ വിദഅത്തും അവർ നിങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓരോ യുവാക്കളും അവർ ഇൽമ എവിടെ നിന്ന് സ്വീകരിക്കുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ജാഗ്രതയുള്ളവരായിരിക്കണം. എല്ലായിടത്തും സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ ശൈഖന്മാരും ചിലപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും, ചിലപ്പോൾ അറബി ഭാഷയിലായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ കണ്ട എല്ലാ ഇംഗ്ലീഷുകാരും സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരെ സംബന്ധിച്ചും അറിയണം, പഠിക്കണം. കാരണം ദഅവത്തിന്റെ മേഖലയിൽ ബിദഅകൾ ഇന്ന് സലഫുകളെക്കാൾ കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടെ ആയിരിക്കണം നമ്മൾ നോക്കിക്കാണേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നാട്ടിലും നിങ്ങൾ ഈ പഠിക്കുന്ന ഈ പ്രദേശത്തൊക്കെ ഓരോരുത്തരും അവരുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഇൽമിനെ ആഗ്രഹിക്കുന്ന ദീനുമായി എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരെ ആയിരിക്കും ആദ്യം അവർ പിടിക്കുക. അവർ പിടിച്ച് നിങ്ങൾ ആദ്യം നിങ്ങൾ പറയുന്നത് ഈ ദുനിയാവിന്റെ ഫിത്നകളെ സംബന്ധിച്ചും നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ അപകടത്തെ സംബന്ധിച്ചായിരിക്കും അല്ലെ. അതൊക്കെ ഹക്കുകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ മാറ്റും. എന്നിട്ട് അതിനുള്ള പരിഹാരമായി അവർ ഇൻജക്ട് ചെയ്യുന്നത് അവരുടെ ഖുറാഫാത്തും വിദ്യാർത്ഥികളുമായിരിക്കും. അതിന് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഇൽമ സ്വീകരിക്കുന്നത്? പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വഹാദിഹി വസിയ്യത്തുൻ അദീമത്തുൻ ജിദ്ദൻ, വളരെ ഗൗരവപ്പെട്ട ഒരു വസിയത്താണ് ഇത്. കാരണം അന്ന ശാബൽ മുഖ്ബിൽ അലാ തലബിൽ ഇൽം വതഹ്സീലിൽ ഹദീസ്, ഇൽമ പഠിക്കാൻ മുന്നിട്ട് വരുന്ന യുവാക്കൾ യംബഗി അൻ യകൂന തഹ്സീലുഹു ലഹു അലാ ഐദി അഹ്ലിൽ ഇൽമി റാസിഖീന അൽഅഖ്ബാ, ഇൽമിൽ അഗ്രഗണ്യന്മാരായ സലഫിയത്ത് മനസ്സിലാക്കിയിട്ടുള്ള സലഫി പാത പിന്തുടരുന്ന സലഫുകളായ അഹ്ലുൽ ഇൽമിന്റെ ആൾക്കാരുടെ കൈകളിലൂടെ ആയിരിക്കണം നിങ്ങൾ ഇൽമ സ്വീകരിക്കേണ്ടത്. അതേപോലെ അഹ്ലുദ് ദിറായത്തി വൽ ബസീറ, ഉൾക്കാഴ്ചയും അതേപോലെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരെന്നായിരിക്കണം നിങ്ങൾ ഇൽമ സ്വീകരിക്കേണ്ടത്. അൽ അകാബിർ ഫിൽ ഇൽം, ഇൽമിൽ അകാബിറുകളായ ആൾക്കാരായിരിക്കും നിങ്ങൾ ഹദീസ് സ്വീകരിക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇൽമിൽ സഗീർ എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ്. സഗീറും കബീർ. നിങ്ങൾ കബീർ എന്ന് മാത്രം ഇൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇവിടെ സഗീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദഅകളാണ്, ബിദഅത്തിന്റെ ആൾക്കാർ അല്ലേ. ബിദഅത്തിന്റെ ആൾക്കാർ ഒരുപാട് ഇൽമുണ്ടെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കും ഇല്ല. വയസ്സ് ഒരുപാടുണ്ടാവും, ഒരുപാട് ഇൽമുണ്ടാവും, വലിയ വലിയ ഷെയ്ഖന്മാരും ഷെയ്ഖുമാരും അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും. ബിദഅകളാണെങ്കിൽ സലഫുകളുടെ മനസ്സിൽ എന്തെങ്കിലും സ്ഥാനം ഇരിക്കണ്ട, സഗീറാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഇൽമ സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ ലാ യഖുദുൽ ഇൽമ അൻ കുല്ലി അഹദിൻ, കണ്ട എല്ലാവരും നിങ്ങൾ ഇൽമ സ്വീകരിക്കാൻ പാടില്ല. വഇന്നമാ യഖുദുൽ ഇൽമ അൻ സാഹിബി സുന്നത്തിൻ റസഖത് ഖദമുഹു ഫീഹാ, നിങ്ങൾ ഹദീസ് നിങ്ങൾ ഇൽമ സ്വീകരിക്കേണ്ടത് സുന്നത്തിന്റെ ആൾക്കാരിൽ നിന്നാണ്. അങ്ങനെയുള്ള സുന്നത്തിന്റെ ആൾക്കാർ ബിദഅകളോട് ചാഞ്ചാട്ടമില്ലാത്ത സുന്നത്തിൽ കാലുകൾ ഉറപ്പിച്ചു നിന്നിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇൽമ സ്വീകരിക്കേണ്ടത്. പ്രത്യേകം ഈ കാലഘട്ടത്തിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഫഅൻ ഇബ്നു ശൗദബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഖാല ഇന്ന മിൻ നിഅമത്തില്ലാഹി അല ശാബ്, യുവാക്കൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിൽപ്പെട്ടതാണ് ഇദാ തനസ്സക അൻ യുവാഖി സാഹിബ സുന്നത്തിൻ യഹ്മിലുഹു അലൈഹാ, സുന്നത്തിൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന സുന്നികളായ, അതായത് സുന്നത്തിനോട് കൂറ് കാണിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം അവർ അവരുടെ ഇൽമിനെ സ്വീകരിക്കേണ്ടതും അവരുടെ സുഹബത്തിനെ വെച്ച് പുലർത്തേണ്ടതും. നമ്മൾ ആരായിട്ട് കൂട്ടുകൂടേണ്ടത്? എപ്പോഴും സുന്നത്തിനെ സ്നേഹിക്കുന്ന, ഹദീസുകളെ സ്നേഹിക്കുന്ന, ഹദീസിന്റെ ആൾക്കാരായ പണ്ഡിതന്മാരായിട്ടായിരിക്കണം നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതും അവരിൽ നിന്നായിരിക്കണം നമ്മൾ ഇൽമ സ്വീകരിക്കേണ്ടതും. കാരണം അവർ നിങ്ങളുടെ ഹദീസുകളിൽ മാത്രമേ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഖുറാഫാത്തുകളിലേക്കോ വ്യക്തികളുടെ അഭിപ്രായങ്ങളിലേക്കോ വ്യക്തികളുടെ ചിന്തകളിലേക്കോ അവർ നിങ്ങളെ ക്ഷണിക്കൂല. അവർ ക്ഷണിക്കുന്നത് ഹദീസുകൾക്ക് മാത്രമായിരിക്കും. അംർ ഇബ്നു ഖൈസ് അൽ മുല്ലാഇ അദ്ദേഹം പറയാണ്, ഇദാ റഅയ്ത അശ്ശാബ അവ്വലു മാ യൻശഉ മഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ ഫർജുഹു, നിങ്ങളൊരു യുവാവിനെ കണ്ടാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ തുടക്കം കുറിക്കുന്ന ഒരു യുവാവിനെ നിങ്ങൾ കണ്ടാൽ ഫർജുഹു, നിങ്ങൾ അവൻ പ്രതീക്ഷ അർപ്പിച്ചു കൊള്ളുക. കാരണം അവൻ പിടിച്ചത് അള്ളാഹുവിന്റെ കയറിനാണ്, അല്ലേ? ഇനി വഇദാ റഅയ്തഹു മഅ അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തിന്റെ ആൾക്കാരുടെ കൂടെ കൂടുന്ന യുവാക്കൾ നിങ്ങൾ കണ്ടാൽ ഫൈഅസ് മിൻഹു, നിങ്ങൾ അവനെ നിരാശയായി കൊള്ളുക. പിന്നെ അവനെ തിരിച്ചു കിട്ടൂല. യൗവനമാണ് എല്ലാം തീരുമാനമാക്കുന്നത്. ഫഇന്ന ശാബ അലാ അവ്വലി നുശൂഇഹി, ഓരോ യുവാക്കളും ആ യൗവന കാലഘട്ടത്തിൽ എങ്ങോട്ടാണോ തിരിയുന്നത് അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ അവസാനം. യൗവന കാലഘട്ടത്തിൽ എന്താണോ സ്വായത്തമാക്കുന്നത് അതായിരിക്കും പിന്നീട് ജീവിതം നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അഹ്ലുസുന്നയുടെ കൂടെ കൂടുകയും അഹ്ലുൽ ഹദീസിന്റെ കൂടെ കൂടുകയും ചെയ്യുക. അതേപോലെ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്ന ശാബ ലയൻശഉ ഫഇൻ ആഥറ അൻ യുജാലിസ അഹ്ലൽ ഇൽമി കാദ അൻ യസ്ലം, ഓരോ വളർന്നു വരുന്ന യുവാക്കളും ഫൈൻ ആഥറ അവൻ മുൻതൂക്കം നൽകിയാൽ അൻ യുജാലിസ അഹ്ലൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകളുടെ കൂടെ ഇരിക്കാൻ. ഇൽമിന്റെ അഹ്ലുകളുടെ ഉദ്ദേശം ഇവിടെ സലഫുകൾ, ബിദ്അഇകളല്ല, സുന്നികളായ ഇൽമിന്റെ അഹ്ലുകളുടെ കൂടെ ഇരിക്കാൻ അവൻ മുൻതൂക്കം നൽകിയാൽ കാദ അൻ യസ്ലം, അവൻ രക്ഷപ്പെടും. വഇൻ മാല ഇലാ ഗൈരിഹിം, അതല്ല അഹ്ലുൽ ഇൽമ അല്ലാത്തവരിലേക്കാണ് നിങ്ങൾ ചായുന്നതെങ്കിൽ കാദ അൻ യഅത ഐ കാദ അൻ യഹ്ലക്, അവൻ നശിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ വസിയത്തിൽ അദ്ദേഹം പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് മൂന്നാമത്തെ വസിയത്ത് മുതലാണ്. അൽ വസിയത്തു സാലിസ, മൂന്നാമത്തെ വസിയത്ത്. മാ ജാഅ അൻ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അന്നഹു ഖാൽ ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, അതാണ് മൂന്നാമത്തെ വസിയത്ത്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കപ്പെടുന്നു. ഈ മാലിക് ബിൻ ദീനാർ നമ്മുടെ കാസർഗോഡുള്ള അദ്ദേഹമല്ല, ഇദ്ദേഹം താബിയാണ്. ഹിജ്റ 148 മരണപ്പെട്ട താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, ഖൈറുള്ളത് യുവാക്കളിലാണ്, യുവാക്കളിലാണ് ഖൈറുള്ളത്. അതിന് കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ യൗവന കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ബലമുണ്ടാകുക. അതുകൊണ്ട് ആ യുവാക്കളിലാണ് ഖൈറുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാദാ തംബീഹുൻ അദീമുൻ മിൻ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി ലിഅഹമ്മിയതി ഹാദിഹിൽ മർഹല, ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന വലിയൊരു ഉപദേശമാണ് മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത്. കാരണം വഅന്ന ശാബ് ഇദാ അഹ്സന ഇസ്തിഗ്ലാലഹ ഹസ്സല ഖൈറൻ അദീമൻ, ഒരു യുവാവ് തന്റെ യൗവന കാലഘട്ടം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും നന്നാക്കുകയും ചെയ്താൽ ഒരുപാട് ഖൈറാത്തുകൾ ആ മനുഷ്യൻ ലഭിക്കും. അത് മാത്രമല്ല وأصبح ما حصله في شبابه ركيزة وعمدة وأصلا ثابتا يبقى معه إلى مماته, ആ യൗവന കാലഘട്ടത്തിൽ എന്തൊക്കെ ഖൈറുകളാണോ അദ്ദേഹം സ്വായത്തമാക്കുന്നത് അതവന്റെ മരണം വരെ അവന്റെ കൂടെ ഉണ്ടാകും. നഫ്അൻ ലിനഫ്സിഹി, സ്വന്തം ഉപകാരപ്രദമായിട്ടും, വനഫ്അൻ ലിഉമ്മതിഹി, അവനിലൂടെ സമുദായത്തിന് ഉപകാരമുണ്ടാകുന്ന അവസ്ഥയിലും, വനുസ്ഹൻ ലിഗൈരിഹി, മറ്റുള്ളവർക്ക് നസീഹത്ത് എന്നോണവും. അല്ലേ, ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ മനസ്സിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ദീനിയായ യുവാക്കളെ കണ്ടാലാണ്.
ഒരു വയസ്സായ ദീൻ ഉള്ള നല്ല ഇബാദത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കണ്ട പ്രത്യേകിച്ച് ആർക്കും എന്ത് ചെയ്യൂല, തഅ്സീർ ഉണ്ടാവൂല, സ്വാധീനം ഉണ്ടാവൂല, സ്വാഭാവികം, വയസ്സായ ആള്. എന്നാൽ ദീനിപരമായി യുവാവിനെ കണ്ടാൽ നല്ല താടിയുള്ള, നല്ല ദീനിയ വസ്ത്രധാരണയുള്ള, ദീനിയായ പെരുമാറ്റം സ്വഭാവങ്ങളുള്ള, ദീനിയായ ഇബാദത്തുള്ള തഖ്വയുള്ളൊരു യുവാവിനെ കണ്ടാൽ ഏത് മനുഷ്യനാണെങ്കിലും അയാളുടെ മനസ്സിൽ ഒരു തഅ്സീർ ഉണ്ടാവും. അവനൊക്കെ നന്നായി, ഇനി എനിക്കും നന്നാകണം എന്നൊരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് പറഞ്ഞത് എല്ലാ ഖൈറും അത് യുവാക്കളിലുള്ളതാണ്. ഇനി ബൈനമ ഇദാ ലം യുഹ്സിൻ ദാലിക്, അഥവാ ഈ യൗവന കാലഘട്ടത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അല്ലാഹ അലാ നഫ്സിഹി ഖൈരിയത ഹാദിഹിൽ മർഹലതി വബറകതിഹ, ആ യൗവന കാലഘട്ടത്തിന്റെ നന്മകളും ഖൈറാത്തുകളും ബറകാത്തുകളും അവൻ നഷ്ടപ്പെടുത്തിയവൻ. പിന്നെ തിരിച്ചു കിട്ടോ യൗവനം? ഒരിക്കലുമില്ല. അറബി ഭാഷയിൽ ലൈത്ത എന്ന കലിമത്തിന്റെ അർത്ഥം ഒരിക്കലും കിട്ടാത്ത കാര്യം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതാണ് ലൈത്ത എന്ന വാക്കിന്റെ അർത്ഥം. അറബി ഭാഷ സാധാരണ അറബി അറിയുന്നവർക്ക് അറിയാം. ലൈത്ത എന്ന് പറഞ്ഞാൽ കിട്ടാത്ത കാര്യം പ്രതീക്ഷിക്കുക, അതിനാണ് ലൈത്ത് ഉപയോഗിക്കുക. അതിന് ഉദാഹരണമായിട്ട് സാധാരണ അറബി കിതാബുകളിലൊക്കെ പറയുന്നൊരു ബൈത്തുണ്ട്, അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബ്, ഒരു ബൈത്താണ്. അതായത് യൗവനമെങ്ങാനും തിരിച്ചു വന്നിരുന്നെങ്കിൽ വാർദ്ധക്യം എന്നിലുണ്ടാക്കിയ പ്രയാസങ്ങൾ ഞാൻ ആ യൗവനത്തോട് പറയുമായിരുന്നു എന്ന്. അതൊരിക്കലും തിരിച്ചു കിട്ടൂല എന്നർത്ഥം അല്ലേ? വേറെ ഒരുപാട് ഇതാ അബൂ അഫസ്തറൈതും, ഈ യൗവനം മാർക്കറ്റിൽ വിൽക്കപ്പെടുമായിരുന്നെങ്കിൽ എൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ച് ഞാനത് വാങ്ങുമായിരുന്നു. കിട്ടുമോ? മുസ്തഹീൽ. കഴിഞ്ഞു പോയ ആരോഗ്യം, കഴിഞ്ഞു പോയ സമയം അതൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. വേറൊരു കവി പറയുകയുണ്ടായി, ഭൂമി ലോകത്തുള്ള സകല കാര്യങ്ങളും മനുഷ്യൻ അവന്റെ സാമർഥ്യം കൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ മനുഷ്യൻ ഇത്ര ദുർബലനാണെന്ന് അറിയിക്കാൻ അവന്റെ കഴിഞ്ഞു പോയൊരു സെക്കൻഡ് മതി. ആ സെക്കൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ അവനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. പറ്റുമോ? മുസ്തഹീൽ, ഒരിക്കലും സാധിക്കാത്തതാണ്. അപ്പൊ യൗവനം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തവർ അവൻ ആ യൗവനത്തിന്റെ ബർക്കാത്തുകളും ഖൈറാത്തുകളും നഷ്ടപ്പെടുത്തിയവനാണ്. കാരണം ഒരു യുവാവിന് സമ്മേളിച്ചാൽ, ഒരുമിച്ച് കൂടിയാൽ എന്തൊക്കെ? ഖുവ്വത്തു ശബാബ്, യൗവനത്തിന്റെ പ്രസരിപ്പ്, വഫറാഹുൽ വഖ്ത്, ഒഴിവ് സമയം, വഫറത്തുൽ മാൽ ബിൽ യദ്, കൈകളിൽ ധാരാളം സമ്പത്ത്. ഇത് മൂന്നും ഒരാൾക്കുണ്ടായാൽ ഫഹാദിഹി തകൂനു മുഹ്ലികതൻ ലഹു, അത് ആ മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നതാണ്. അല്ലേ? യൗവനത്തിന്റെ പ്രസരിപ്പ്, ആരോഗ്യം, എന്തും ചെയ്യാൻ മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം ചെന്നെത്തുന്ന പ്രായം. അതേപോലെ തന്നെ ഒഴിവ് സമയം, ഉത്തരവാദിത്തങ്ങളില്ല, ഭാരങ്ങളില്ല. അല്ലേ? കുടുംബഭാരങ്ങളുണ്ടോ? ഉത്തരവാദിത്തങ്ങളുണ്ടോ? ഒന്നുമില്ല. അതേപോലെ വഫറത്തുൽ മാലി ബിൽ യദ്, എന്തും ചെയ്യാനുള്ള സമ്പത്തും കയ്യിലുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമാണ്. കമാ ഖാല ഖാഇൽ, ഒരാൾ പറഞ്ഞതുപോലെ, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദ്ദ, യൗവനവും ഒഴിവ് സമയവും സമ്പത്തും മഫ്സദത്തുൻ ലിൽ മർഇ, ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയുന്നതാണ്. അയ്യു മഫ്സദ, വളരെ മോശപ്പെട്ട നാശം. فإذا انضم إلى قوة الشباب وفراغ الوقت ووفرة المال, സമ്പത്തും ഒഴിവ് സമയവും യൗവനത്തിന്റെ ആരോഗ്യത്തിന്റെയും കൂടെ നമ്മൾ അംറുൻ റാബിഅ, നാലാമത്തെ ഒരു കാര്യം കൂടി ചേർക്കുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതായത് കസറത്തുൽ ഫിതൻ, വ്യാപിച്ചു കിടക്കുന്ന ഫിത്തനയാണ്. അല്ലേ? ഇതും അത് മാത്രമല്ല, ഈ ഫിത്തനകളൊക്കെ യുവാക്കളിലുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന മദ്യം, ലഹരി, അതുപോലെ സംഗീതം, അതേപോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികത, ഇതൊക്കെ ഇന്ന് യുവാക്കളിലുള്ള ഫിത്തനകളാണ്. ഈ ഫിത്തനകൾ കൂടി സമ്മേളിച്ചാൽ വകസറത്തു അബ്വാബിഹ, ഫിത്നയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഫഹാദിഹി മിൻ അഅ്ളമിൽ മുഹ്ലകാതി ലിശ്ശാബ്, യുവാക്കളെ നശിപ്പിച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അല്ലതി യജ്നി ബിഹ അലാ മർഹത്തിൽ ശബാബിഹി ജിനായതൻ അദീമ, ആ യുവാക്കളുടെ യൗവനത്തെ നശിപ്പിച്ചു കളയും. വയുവഫിതു അലാ നഫ്സിഹി ഖൈറ ശബാബി വബറകതിഹി, യൗവനത്തിന്റെ ബറകാത്തും ഖൈറാത്തുകളും അതിലൂടെ അവൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് പറഞ്ഞത്, ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, ഈ നാല് കാര്യങ്ങളെയും അനുകൂലമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതും യുവാക്കൾക്കാണ്. അല്ലേ? പ്രായം ചെന്നവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ചെറിയ കുട്ടികൾക്ക് ഈ പറയപ്പെട്ട ആരോഗ്യം ഉണ്ടാവില്ല, സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, ഒഴിവ് സമയം ഉണ്ടാവില്ല. ഇതൊക്കെ സമ്മേളിക്കുന്നത് ഈ പ്രായത്തിലാണ്. രണ്ടുണ്ട്, 50% ഫിത്നയുണ്ട്, 50% ഖൈറുണ്ട്. നമ്മൾ എങ്ങോട്ടാണോ നമ്മളെ വഴി വെട്ടിത്തെളിക്കുന്നത് അതായിരിക്കും നമ്മുടെ വിജയം.
ശേഖർ പറയാം തംബീഹൻ മിൻഹു അലാ ഇദമിൽ ബറകത്തി വൽ ഖൈരി ഫീ ഹാദിഹിൽ മർഹലത്തി ഇദാ വഫഖഖല്ലാഹു ശാബ്. ഒരു യുവാവിന് അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ വഅആനഹു അലാ ഇസ്തിഗ്ലാലിഹാ ഫീമാ യുർദീഹി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിന് തൗഫീഖ് നൽകുകയും ചെയ്താൽ ആ യൗവനത്തിന്റെ ബറകാത്തുകളും ഖൈറാത്തുകളും അവൻ നേടിയെടുത്തവനാണ്. അതാണ് മൂന്നാമത്തെ വസിയത്ത്. എന്നാൽ വസിയത്തു റാബിഅ, നാലാമത്തെ വസിയത്ത്, വമിൻ വസായ അസ്സലഫ് ലിശബാബ്, യുവാക്കൾക്കുള്ള സലഫുകളുടെ വസിയത്തിൽപ്പെട്ടതാണ് മാ ജാഅ അൻ സയ്യിദ് ബിൻ അബി സർഖാ റഹ്മത്തുള്ളാഹി അലൈഹി ഖാൽ, സയ്യിദ് ബിൻ അബി സർഖാ പറയാണ് ഖറജ സുഫിയാൻ യഅനി അസ്സൗരി, സുഫിയാൻ അസ്സൗരി അദ്ദേഹം വന്നു, വനഹ്നു അലാ ബാബിഹി, നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്ക് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നമ്മളിലേക്ക് പുറപ്പെട്ടു വന്നു, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ മഅശറ ശബാബ്, യുവ സമൂഹമേ, തഅജ്ജലു ബറകത ഹാദൽ ഇൽം, നിങ്ങൾ ഈ യൗവന കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ഇൽമ കരസ്ഥമാക്കാൻ, ഈ ഇൽമിന്റെ ബറകാത്തുകളിലും ഖൈറാത്തുകളിലും നിങ്ങൾ ധൃതി കാണിക്കുക. കാരണം ഫഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലാ തദറൂന, നിങ്ങൾക്കറിയുകയില്ല, ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിനൂന മിൻഹു, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന അടുക്കലേക്ക് നിങ്ങൾ എത്തുമോ എന്ന് നിങ്ങൾക്കറിയുകയില്ല. ഓരോ യുവാക്കളും ആഗ്രഹിക്കുന്നത് ഈ യൗവന കാലഘട്ടം കഴിഞ്ഞു ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നന്നാകാം, ഒരു കുടുംബമായിട്ട് നന്നാകാം, കല്യാണം കഴിച്ച ശേഷം നന്നാകാം, പഠനം കഴിഞ്ഞിട്ട് നന്നാകാം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതും. എന്നാൽ അവിടെ എത്തുമോ എന്ന് നിങ്ങൾക്കറിയുകയില്ല. അതുകൊണ്ട് ഈ ഉള്ള സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് മാത്രമല്ല, ലിയുഫിദ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഉപകാരമെടുക്കുന്നവരും ആകുക. ഇതാണ് നാലാമത്തെ വസിയത്ത്. ധൃതി കാണിക്കുക. യുവാക്കൾ നാളെ നാളെ എന്ന് പറയുന്ന ഒരു സ്വഭാവം യുവാക്കൾക്ക് ഉണ്ടാകാനേ പാടില്ല. ഉള്ള സമയം ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുക. അതാണ് നാലാമത്തെ വസിയത്തായി ഷെയ്ഖ് റഹ്മഹുല്ലാഹ് സൂചിപ്പിച്ചത്. ഖൗലുഹു തഅജ്ജലു ബറകത ഹാദൽ ഇൽം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻതസിഹു ഫുർസത ശബാബികും വഗ്തനിമൂഹാ ലിതുഹസ്സിലു അൽ ഇൽം, നിങ്ങളുടെ യൗവന കാലഘട്ടം, നേരത്തെ പറഞ്ഞതുപോലെ യൗവനത്തിന്റെ പ്രസരിപ്പും യൗവനത്തിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളും യൗവനത്തിൽ കിട്ടുന്നതായ നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും ഇതുപയോഗിച്ച് നിങ്ങൾ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം ലിഅന്നൽ ഇൻസാന ഇദാ കബറ, ഒരു മനുഷ്യന് പ്രായം ചെന്നാൽ, വയസ്സായാൽ, ലാ യകൂനു ഇൻദഹു മിനൻ നശാതി വദ്ദാകിറതി വൽഖുദ്റതി അല ഇസ്തിദ്കാരി മിസ്ല മാ ഹുവ ഫീ മർഹലതി ശബാബിഹി, യൗവന കാലഘട്ടത്തിലുള്ളതുപോലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പിന്നെ ശരീരത്തിലുള്ള ആരോഗ്യവും മാനസിക ആരോഗ്യവും നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇളാഫതൻ ഇലാ മാ യക്തനിഫുഹു മിൻ മസ്ഊലിയാത്തിൻ വഅഅമാലിൻ വമശാഗില വമസാലിഹ്, നിങ്ങൾക്കിനി ഭാവിയിൽ വരാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ഒരു കുടുംബം, മക്കള്, ഭാര്യ, വീട്, മാതാപിതാക്കൾ എന്ന ഉത്തരവാദിത്തങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൽമ കരസ്ഥമാക്കുക. അതുപോലെ തന്നെ വബൈന മശാബ് ലൈസ ഇൻദഹു ശൈഉൻ മിൻ ദാലിക്, യുവാക്കൾക്കാകട്ടെ ഈ പറയപ്പെട്ട ഒന്നുമില്ല, ഒരു ഉത്തരവാദിത്തവും ഇല്ല. വഅയ്ദൻ ഫഇന്ന മർഹലത അശ്ശബാബ് തൻഖളി സരീഅൻ, അത് മാത്രമല്ല ഒരു ഉത്തരവാദിത്തങ്ങളുമില്ല, ഫ്രീ ആണ്, ടെൻഷൻ ഇല്ല, സങ്കടങ്ങളില്ല, ആരോഗ്യമുണ്ട്, മാനസികാരോഗ്യമുണ്ട്, ശാരീരിക ആരോഗ്യവുമുണ്ട്, സമയമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ കാലഘട്ടം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. കമാ ഖാല ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ്, ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ മാ തശബ്ബഹ്തു ശബാബ ഇല്ലാ ബിശൈഇൻ, യൗവനത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ആ യൗവനത്തെ ഒരു കാര്യത്തിനോടും സദൃശപ്പെടുത്തി പറയാൻ എന്നെ കൊണ്ട് സാധിക്കൂല. കാന ഫീ കുമ്മി ഫസഖത, എൻ്റെ കൈയിൻ്റെ ഇവിടെയുള്ള ഒരു വസ്തുവിനെ പോലെയാണ്, അത് പെട്ടെന്ന് താഴേക്ക് വീണു പോകും, പെട്ടെന്ന് പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. അതേപോലെയാണ് യൗവനം, പെട്ടെന്ന് കഴിഞ്ഞു. അത് തുടങ്ങുന്നതും അറിയില്ല, അവസാനിക്കുന്നതും അറിയില്ല. ഫഇന്നകും ലാ തദറൂന ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന മിൻഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ശാബ് ഖദ് യുഅമ്മിലു അൻ യുഹസ്സില മിനൽ ഇൽമി കദാ വഅൻ യഹ്ഫള കദാ വഅൻ യഖറഅ മിനൽ കുതുബി കദാ വഗൈരിഹാ മിനൽ ഉമൂരി അല്ലതി യുഅമ്മിലുഹാ ഫലാ യുഹസ്സിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കഴിഞ്ഞിട്ട് നന്നാകാം, ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം, ഇത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ വലാകിൻ ഇദാ ജാഹദ നഫ്സഹു വസ്തആന ബില്ലാഹി, നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ പരിശ്രമിക്കുകയും അള്ളാഹിനോട് സഹായം ചോദിക്കുകയും എന്നിട്ട് ആ
യൗവന കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ഫഇന്നഹു ബിഇദ്നില്ലാഹി അസ്സ വജൽ യുഹസ്സിലു ഖൈറൻ അദീമ, നിങ്ങൾക്ക് ആ യൗവന കാലഘട്ടത്തിലെ ഖൈറാത്തുകളും ബറകാത്തുകളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നാളെ എന്നത് പറയുന്നതിന് പകരം വല്ലദീന ജാഹദു ഫീന, ജിഹാദ് ചെയ്യുന്നവർ, അതായത് പരിശ്രമിക്കുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവർക്ക് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും, നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, മുഹ്സിനുകളുടെ കൂടെയാകുന്നു അല്ലാഹു സുബ്ഹാനഹു തആല. അത് മാത്രമല്ല വഖൗലുഹു ലിയുഫിത് ബഅദുകും ബഅദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് فيه حث للشباب على اغتنام لقاءاتهم ببعض بالفائدة النافعة وحسن تذاكر العلم. നിങ്ങളെന്താ, യുവാക്കൾ പരസ്പരം ഒരുമിച്ച് കൂടാനും ഇൽമുകൾ സംസാരിക്കാനും ഉപകാരപ്രദമായ കാര്യങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാനും നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിലും അത് ഉപയോഗപ്പെടുത്തുന്നതിലും ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇതിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു എന്നാണ് നാലാമത്തെ വസിയത്തായിട്ട് സൂചിപ്പിച്ചത്. എന്നാൽ വസിയത്തുൽ ഖാമിസ, അഞ്ചാമത്തെ വസിയത്ത്, വമിൻ വസായ അസ്സലഫ് ലിശ്ശബാബ്, യുവാക്കൾക്കുള്ള സലഫുകളുടെ വസിയത്തിൽപ്പെട്ടതാണ് മാ വറദ അനിൽ ഹസനിൽ ബസരി റഹ്മഹുല്ലാഹ് കസീറൻ മാ കാന യഖൂൽ. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അധികമായി പറയുമായിരുന്നു, യാ മഅശറ ശബാബ്, യുവാക്കളെ, അലൈക്കും ബിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിനെ മുറുകെ പിടിക്കുക, ഫതുലുബൂഹ, ആഖിറത്തെ നിങ്ങൾ തേടുകയും ചെയ്യുക, ഫകസീറൻ റഅയ്ന, നമ്മൾ അധികമായിട്ട് കാണുന്നു, മൻ തലബൽ ആഖിറത, ആഖിറൻ ലക്ഷ്യം വെക്കുന്നവനെ, ഫഅദ്റകഹാ മഅദ് ദുനിയ, ആഖിറൻ ലക്ഷ്യം വെക്കുന്നവൻ ആഖിറവും നേടും, അതിൻ്റെ കൂടെ ദുനിയാവും അവന് ലഭിക്കും. വമാ റഅയ്ന അഹദൻ തലബദ് ദുനിയ, നമ്മൾ ആരെയും കാണുന്നില്ല, ത്വലബദ് ദുനിയ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവനെ, ഫഅദ്റകൽ ആഖിറത മഅദ് ദുനിയ, ദുനിയാവിന് വേണ്ടി ജീവിക്കുകയും അതിൻ്റെ കൂടെ ആഖിറം ലഭിക്കുകയും ചെയ്തവൻ നമ്മൾ കാണുന്നില്ല. അതായത് നിങ്ങൾ ജീവിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ് എങ്കിൽ ദുനിയാവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദുനിയാവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ദുനിയാവ് ലഭിക്കും, പക്ഷെ ആഖിറം നഷ്ടപ്പെടും. ഇതാണ് അഞ്ചാമത്തെ വസിയത്ത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാൻ, വഹാദാ തംബീഹുൻ അദീമുൻ ജിദ്ദൻ മിനൽ ഇമാമിൽ ഹസനിൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ലിശ്ശാബി ബിഅൻ യജഅല ഹമ്മഹു അൽ ആഖിറ. ഇത് യുവാക്കൾക്കുള്ള ഒരു താക്കീതും മുന്നറിയിപ്പുമാണ്. എന്തിന്? നിങ്ങളുടെ ലക്ഷ്യം ആഖിറമാക്കുന്നതിന് വേണ്ടി. വയഅതനി ബിതഹ്സീലിഹ, ആ ആഖിറ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നതിന് വേണ്ടിയും. വശുഗല വഖ്തഹു ബിമാ യുഖർരിബു മിൻ റബ്ബിഹി, റബ്ബുമായി നിങ്ങളെ അടുപ്പിക്കാൻ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും. ഫഇൻ ഫഅല ദാലിക്, അപ്രകാരം ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഫഇൻ അല്ലാഹു അസ്സ വജൽ യമുന്നു അലൈഹി ബിനസീബിഹി വഹദ്ദിഹി മിനദ് ദുനിയ, അല്ലാഹു അവന് അനുയോജ്യമായ ദുനിയാവിന്റെ ഓഹരിയും അല്ലാഹു നൽകുന്നതാണ്. ഇത് നസ്സിൽ വന്നൊരു കാര്യം കൂടിയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഹദീസ് ഇൻഷാല്ലാഹ് വരുന്നുണ്ട്. വലാ യുഫ്ഹിമു മിമ്മാ തഖദ്ദം, ഇപ്പം മേൽ പറയപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാകുന്നില്ല അന്നൽ ഇൻസാൻ യത്റുകു തഹ്സീല മാ യുഖീമു ദുനിയാഹു വറിസ്ഖഹു വമസ്കനഹു വമൽബസഹു. ഇതിന്റെ അർത്ഥം ദുനിയാവ് സമ്പാദിക്കണ്ട എന്നല്ല, ദുനിയാവിന്റെ ഭക്ഷണം, പാർപ്പിടം, അതേപോലെ തന്നെ വസ്ത്രം, ഇതെല്ലാം ഒഴിവാക്കണം, അത് നാം തേടാൻ പാടില്ല എന്നുള്ളതല്ല. മറിച്ച് വയബ്ഖ ആലതൻ അലൽ ആഖിരീൻ, ഇതൊന്നും തേടാതെ മറ്റുള്ളവർ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം എന്നും ഇതിനർത്ഥമില്ല. ബൽ മറിച്ച് ലാ യദുറുൽ മുസ്ലിം അൻ യഅമല വയഖ്ദഹ വയുഹസ്സിലൽ മാൽ, ഒരു മനുഷ്യൻ ദുനിയാവ് സമ്പാദിക്കുക, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹനം, ഇതൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മോശമല്ല, അത് വേണ്ടതാണ്. അത് മാത്രമല്ല വലൗ അസ്ബഹൽ മാലു ഇൻദഹു കസീറൻ, ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായി എങ്കിൽ ലാകിന്നല്ലദി യദുറു, അതും ഖൈറാണ്, അധ്വാനിക്കാം, സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷേ ലാകിന്നല്ലദി യദുറുഹു അൻ തകൂന ദുനിയ ഹമ്മഹു വബുഗ്യതഹു വമഖ്സദഹു വമബ്ലഗ ഇൽമിഹി, അതാണ് വെറുക്കപ്പെട്ടത്. ദുനിയാവ് സമ്പാദിക്കണ്ട എന്നല്ല, മറിച്ച് ആ സമ്പാദിക്കപ്പെടുന്ന ദുനിയാവ് നമ്മുടെ ലക്ഷ്യമാകാതിരിക്കുക, അതിനുവേണ്ടി മാത്രം ജീവിക്കുക. ദുനിയാവ് സമ്പാദിക്കാൻ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ അതിനുവേണ്ടി മാത്രം സമയം കണ്ടെത്തുക.
അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുക, അത് പാടില്ലാത്തതാണ്. ഏതുപോലെ കമാ ജാഅ عن النبي صلى الله عليه وسلم أنه كان يقول في دعائه رسول الله صلى الله عليه وسلم പ്രവാചകന്റെ ദുആയിൽ അധികമായി ഇങ്ങനെ പറയുമായിരുന്നു, വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ലാ തജ്അലി ദുനിയ, നീ ദുനിയാവിനെ ആക്കല്ലേ, അക്ബറ ഹമ്മിന, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നീ ആക്കല്ലേ, വലാ മബ്ലഗ ഇൽമിന, നമ്മുടെ ഇൽമിന്റെ തേട്ടം നീ ദുനിയാവാക്കല്ല റബ്ബേ എന്ന് ദുആ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിൻ്റെ അർത്ഥം ദുനിയാവ് സമ്പാദിക്കണ്ട എന്നല്ല. കാരണം റസൂലിന്റെ വേറെ ഹദീസ് റസൂൽ പഠിപ്പിക്കാൻ, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നക ഇൻ തദറ വറസതക അഗ്നിയ, നീ നിന്റെ അനന്തരാവകാശികളെ, നിന്റെ പിന്മുറക്കാരെ നീ പണക്കാരായി ഒഴിവാക്കലാണ് ഖൈറു, നിനക്കുത്തമം, മിൻ അൻ തദറഹും ആലതൻ, ദരിദ്രന്മാരായി അവരെ ഒഴിവാക്കുന്നതിനേക്കാൾ, യതകഫഫൂന അന്നാസ്, ദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ നിന്നെ അനന്തര അവകാശികളെ ഒഴിവാക്കിയിട്ട് പോകുന്നതിനേക്കാൾ ഖൈർ അവരെ സമ്പന്നമായ അവസ്ഥയിൽ ഒഴിവാക്കിയിട്ട് പോക്കാണ്. അപ്പം അതിൻ്റെ അർത്ഥം സമ്പാദിക്കണം, അനന്തരവാസികൾക്കുള്ളതൊക്കെ സമ്പാദിച്ചു വെക്കണം. അത് വെറുപ്പ് പഠിപ്പിക്കുന്നത്, അത് വേണ്ട എന്നല്ല, എന്നാൽ അതാകാൻ പാടില്ല നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം ആഖിറമായിരിക്കണം. ഇനി പറയാം, വീണ്ടും പറയാൻ, ഫമൻ ജഅല ഹമ്മഹു അൽ ആഖിറ, ആരെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആഖിറമാക്കി മാറ്റിയാൽ, ജമഅ അല്ലാഹു അലൈഹി ശംലഹു, അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ഇതിന് വിശദീകരണം നൽകി എന്താ അറിയോ, ഇത് ഹദീസ് വന്ന ലഫ്ലാണ്. അവൻ്റെ ജീവിതോപാധികളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ്റെ സമ്പാദ്യം, കുടുംബം, ജീവിതം, മറ്റ് ഉപജീവന മാർഗം എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ദുനിയാവ് നിന്യമായ അവസ്ഥയിൽ അവൻ്റെ അടുക്കലേക്ക് വരും. ലാക്കിൻ, പക്ഷേ മൻ ജഅല ഹമ്മഹു അദ്ദുന്യ, നമ്മൾ വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുനിയാവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ, ജഅലഹുല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ദാരിദ്ര്യത്തെ നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ, നമ്മുടെ മുന്നിൽ അള്ളാഹു ദാരിദ്ര്യത്തെ കൊണ്ടാക്കും. എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, ഇല്ലായ്മയുടെ പാട്ടുകൾ മാത്രമായിരിക്കും, എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥയായിരിക്കും. ഒരുപാട് സമ്പാദിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ നിന്നൊരു ബറക്കത്തുണ്ടാകൂല. എപ്പോഴും കടങ്ങളായിരിക്കും, എപ്പോഴും പ്രയാസങ്ങളായിരിക്കും. ഇനി സമ്പാദിക്കണം, ജീവിതകാലം മുഴുവൻ നായി ഓടുന്നത് പോലെ ഓടുന്ന ഒരു അവസ്ഥ അള്ളാഹു നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി തരും. ഇത് അള്ളാഹു പറഞ്ഞ ഹദീസ്, ഖുദ്സിയ ഹദീസാണ് അല്ലേ. തഫറഗ് ലി ഇബാദത്തി എന്ന് തുടങ്ങുന്ന ഒരു ഹദീസാണ്, പക്ഷെ ദീർഘമായ ഹദീസാണ്. നിങ്ങൾ എൻ്റെ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം, നിങ്ങൾ എന്നെ ആലോചിക്കണം, എനിക്കൊരു ദിക്ർ ചെയ്യണം. അങ്ങനെ സമയം കണ്ടെത്തിയാൽ, നിങ്ങളുടെ ലക്ഷ്യം ഞാനായാൽ, ദുനിയാവ് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. വ്യത്യസ്തമായ ദുനിയാവിൻ്റെ വിഭവങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുതരും. അതല്ല, നിങ്ങൾ എന്നെ മറന്ന് ദുനിയാവിന് വേണ്ടിയാണ് പരിശ്രമിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എത്ര സമ്പാദിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും എപ്പോഴും ദാരിദ്ര്യവും ഇല്ലായ്മയും മാത്രമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വിഭിന്നമാക്കി തരും. അതുകൊണ്ട് യുവാക്കളോടുള്ള നസീഹത്തായി, അഞ്ചാമത്തെ നസീഹത്തായി ഷെയ്ഖ് റഹ്മഹുള്ള സൂചിപ്പിച്ചത്, നിങ്ങൾ ദുനിയാവിനെ മാറ്റി ആഖിറം ലക്ഷ്യമാക്കുക, എങ്കിൽ ദുനിയാവ് നിങ്ങളെ പിറകെ വരുന്നതാണ്. അത് മാത്രമല്ല, ഇനി ദുനിയാവായി ലക്ഷ്യമാക്കി അതിനുവേണ്ടി പണിയെടുക്കുകയാണ്, രാവും പകലും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ, നിസ്കാരമില്ല, ഓത്തില്ല, ഖുർആൻ പാരായണമില്ല, ദിക്റുകളില്ല, സമയമില്ല, കാരണം ദുനിയാവിന്റെ നട്ടോട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ കതബഹു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു എന്താണ് നിനക്ക് രേഖപ്പെടുത്തിയത് അത് മാത്രമേ നിനക്ക് കിട്ടൂ. അത് മാത്രമല്ല, നീ ഓടിയതൊക്കെ നിനക്ക് നഷ്ടം മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. ദുനിയാവ് പോയി ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് യുവാക്കൾ അവരുടെ ലക്ഷ്യം ആഖിറമായിരിക്കണം. അതിൻ്റെ അർത്ഥം സമ്പാദിക്കണ്ട എന്നല്ല, സമ്പാദിക്കണം, നമ്മുടെ ലക്ഷ്യം ആഖിറമായിരിക്കണം. ഇതാണ് അഞ്ചാമത്തെ നസീഹത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്. ആറാമത്തെ അൽ വസിയത്തു സാദിസ വമിൻ വസായ അസ്സലഫ് ലിശബാബ്, യുവാക്കൾക്കുള്ള സലഫുകളുടെ വസിയത്തിൽപ്പെട്ടതാണ്. മാ ജാഅ അൻ ഉഖബത്ത് ബിൻ അബി ഹകീം ഖാൽ കുന്നാ നജ്ലിസു ഇലാ ഔൻ ബിൻ അബ്ദില്ലാഹ് ഫയഖൂലു ലനാ മഅ്ശറ അശ്ശബാബ്. ഇതും വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നസീഹത്താണ്. ഉഖബത്ത് ബിൻ അബി ഹകീം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാ നജ്ലിസു ഇലാ ഔൻ ബിൻ അബ്ദില്ലാഹ്, ഔൻ ബിൻ അബ്ദില്ലാഹ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ നമ്മൾ ഇരിക്കുകയായിരുന്നു. ഫയഖൂലു ലനാ, അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, മഅ്ശറ അശ്ശബാബ്, യുവാക്കളെ, ഖദ് റഅയ്ന അശ്ശബാബ യമൂതൂൻ, നമ്മൾ കാണുന്നു
ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഒരുപാട് പേര് മരിച്ചു പോകുന്നതായിട്ട്. ഫമാ യുൻളറു ബിൽ ഹസാദ്, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ വിളവെടുക്കാൻ അവർ കാത്തിരിക്കുന്നില്ല. ഇദാ ബലഗൽ മിൻജൽ വയമുസ്സ ലിഹ്യതഹു, അവർ ചെയ്ത കൃഷി അതിനെ വിളവെടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ യുവാക്കൾ മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്ന് ഇതൊരു പ്രയോഗമാണ്. അതായത് യൗവന കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കും. നമ്മുടെ ലക്ഷ്യം എന്താ? നല്ലൊരു ജോലി നേടണം. ഒരുപാട് പഠിച്ച് ജോലി നേടുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന ഒരവസ്ഥ. അള്ളാഹു ദീർഘായുസ്സിന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു കാക്കട്ടെ. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസിയത്താണ്. വമുറാദുഹു റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ ശൈഖ് പറയാണ്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം അന്ന മൻ ബലഗ ഹാദ സിൻ ഹാന ലഹു അൻ യുഹ്സബ്, ല്ലേ? യൗവന കാലഘട്ടം എത്തിയാണ് ജീവിതത്തിന്റെ പ്രസരിപ്പ്. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ യൗവന കാലഘട്ടത്തിലാണ്. ആ പ്രായത്തിൽ എത്തുകയും അത് വിളവെടുക്കാൻ അവൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സമയം. വല്ലദീ കബറ അയ്ദൻ ദനത് മനിയതുഹു, പ്രായം ചെന്ന ആൾക്കാർക്ക് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പ്രായം ചെന്ന ആൾക്കാർക്ക് പിന്നെ ആഗ്രഹങ്ങളില്ല. അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ യുവാക്കൾ അങ്ങനെയല്ല. യുവാക്കളുടെ പ്രതീക്ഷ ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ യൗവന കാലഘട്ടത്തിൽ അവർ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാകുക. ഷെയ്ഖ് പറയാൻ, ഫദകറ ലഹും ദാലിക ലിയുനബ്ബിഹും അല്ലാ യഗ്തറൽ ഇൻസാൻ ബിറുയതി ലിമൻ ഉമിദ്ദ ലഹു ഫിൽ ഉമർ. പ്രായം ചെന്ന ആളെ കാണുമ്പോൾ യുവാക്കൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകണ്ട, നമ്മളും അതേപോലെ പ്രായത്തിലെത്തും എന്നാരും വിചാരിച്ചു പോകണ്ട. കാരണം യുവാക്കളും ഏത് സമയത്തും മരണപ്പെടാം, അല്ലേ? ഒരു കവി പാടുകയുണ്ടായി, ഒരു പുതിയാപ്പള അവന്റെ കല്യാണത്തിന് വേണ്ടി പുതുവസ്ത്രം ധരിക്കുന്ന സമയം അവൻ അറിയുന്നില്ല, അടുത്ത നിമിഷം അവന് വേണ്ടി അവന്റെ കഫൻ പുടവ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ അവന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് യുവാക്കളുടെ ജീവിതം അങ്ങനെയാണ്. ഒരുപാട് പ്രതീക്ഷകളാണ്. വയസ്സാകാതെ കാണുമ്പോൾ നമ്മളും ആ പ്രായത്തിലെത്തും എന്നൊരു പ്രതീക്ഷ. ആ സമയത്ത് നന്നാകാം, ആ സമയത്ത് നിസ്കാരമൊക്കെ നിലനിർത്താം, ആ സമയത്ത് നോമ്പെടുക്കണം, ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, ജീവിതത്തിന്റെ ഭാഗമായി ഖുർആൻ ഓതണം എന്നൊക്കെ ആഗ്രഹത്തോടെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും യുവാക്കൾ. പക്ഷെ അങ്ങനെയല്ല, ഏത് സമയത്തും മരണം നിങ്ങളിലേക്ക് കടന്നു വരാം. അതാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്, പ്രായം ചെന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ വഞ്ചിതരാകണ്ട, നമ്മളും ആ പ്രായത്തിലെത്തും എന്നുള്ളത്. മറിച്ച് യുവാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം അതാണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ അടിച്ചു പൊളിക്കും. നമുക്ക് വയസ്സായല്ലോ, അപ്പം നന്നാകാം, അപ്പം തൗബ ചെയ്യാം എന്നൊക്കെ മനസ്സിലുണ്ടാകും. പക്ഷെ വഞ്ചിതരാകണ്ട, ആ പ്രായത്തിൽ നിങ്ങൾ എത്തുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പും ഇല്ല. അത് മാത്രമല്ല, പിന്നെ നന്നാകാം, പിന്നെ തൗബ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങളെ വഞ്ചിതരാകാതിരിക്കട്ടെ. ഷെയ്ഖ് പറയാൻ, യുവാക്കളുടെ കാലം എത്ര കഷ്ടമാണ്. ഒരു ബൈത്താണ്, ഒരാൾക്ക് ഒരുപാട് വയസ്സ് നൽകപ്പെടും, ആയുസ് നൽകപ്പെടും. ഫയഹുറു ഖൗമൻ, എന്നിട്ടോ അത് കണ്ടിട്ട് യുവാക്കളൊക്കെ വഞ്ചിതരാകും. വയുൻസ, എന്നാൽ ആ യുവാക്കൾ മറക്കും. മൻ യമൂതു മിന ശബ, ഒരുപാട് യുവാക്കളും നിങ്ങളെ പോലത്തെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കും. വയസ്സാൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കും അതേപോലെ പ്രായം നൽകപ്പെടുമെന്ന് നിങ്ങൾ വഞ്ചിതരാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. وفي المعنى نفسه جاء عن حسن البصري أنه قال ذات يوم لجلسائه. ഇതേ അർത്ഥത്തിൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരികളോട് ഒരു ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, വകാന ഫീഹിം ശുയൂഖ് വശബാബ്, അദ്ദേഹത്തിന്റെ സദസ്സിൽ യുവാക്കളുണ്ടായിരുന്നു, പ്രായം ചെന്ന ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശുയൂഖ് മാ യുൻതദറു ബിസ്സർഇ ഇദാ ബലഗ് ഖാലു അൽ ഹസാദ്. ശൈഖന്മാരോട് ചോദിച്ചു, വയസ്സ് പ്രായം ചെന്ന ആൾക്കാരോട് ചോദിച്ചു, ഒരു കൃഷി ഒരാൾ കൃഷി ചെയ്തു, അത് വിളവെത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യാം? അവര് പറഞ്ഞു അൽ ഹസാദ്, നമ്മളത് കൊയ്തെടുക്കും, അല്ലേ? വിളവ് വന്നാൽ വിളവ് നശിക്കാൻ കാത്തുപോകും? ഇല്ല, വിളവെത്തിയാൽ അത് കൊയ്തെടുക്കും. യുവാക്കളോട് ചോദിച്ചു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഇന്ന الزرع قد تدركه العاهة قبل أن يبلغ. ശൈഖന്മാരോട് ഇങ്ങനെ പറഞ്ഞു, വയസ്സാൾക്കാരോട്, യുവാക്കളോട് പറഞ്ഞു, ചില കൃഷികൾ അങ്ങനെയാണ്, അത് വിളവ് വരുന്നതിന് മുമ്പ് തന്നെ അൽ ആഹത്തു, അതിന് നാശം സംഭവിക്കും, അത് നശിച്ചു പോകും, പിന്നെ വിളവെടുക്കാൻ സാധിക്കുകയില്ല. അതായത് യൗവനം വിട്ടു പിരിയുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് എന്നൊരു ചിന്ത യുവാക്കൾക്ക് ഉണ്ടാകണം. നമ്മളും ഒരുപാട് വയസ്സ് നൽകപ്പെടും, ആയുസ് നൽകപ്പെടും എന്ന തെറ്റിദ്ധാരണയിൽ തൗബയെ മാറ്റിവെച്ച്, ഇബാദത്തുകളെ മാറ്റിവെച്ച് പിന്നെ നന്നാകാം എന്നൊരു ചിന്ത നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
ഇനി ഫയംബഗി ലിൽ മുസ്ലിം അൻ യകൂന ഹാലുഹു കമാ ജാഅ ഫിൽ അഥർ. ഒരു മുസ്ലിം അവന്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കണം: ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിർ അൽമസാ. ഇതാര് പറഞ്ഞറിയോ? അറിയോ? ഹദീസല്ലേ, ഇത് അഥറാണ്, ഹദീസിന്റെ കൂടെ വന്നതാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയാണ്, റസൂൽ എൻ്റെ തോളത്ത് കൈവച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. മോനെ, നീ ദുനിയാവിലെ ഒന്നെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആകുക. വഴിയാത്രക്കാരാരെങ്കിലും കട്ടിലും ബെഡും ചട്ടിയും കുടുക്കിയും അടുപ്പിലെടുത്തിട്ട് യാത്ര ചെയ്യോ? ഒരിക്കലുമില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എൻ്റെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ നീ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. താൽക്കാലികമായൊരു ബെഡ് പേസ് ഉറങ്ങാൻ അവിടെ അവരെല്ലാ സെറ്റപ്പും ഉണ്ടാക്കും. വീടൊക്കെ അലങ്കരിച്ച് നമ്മുടെ നാട്ടിലെ പോലെ സെറ്റാക്കുമോ? ഇല്ല. താൽക്കാലികം പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ധൃതിയിൽ എല്ലാം തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും. അതേപോലെ ജീവിക്കുക ദുനിയാവിൽ. കാരണം ഏത് സമയത്തും പോകേണ്ടവരാണ് എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുക. ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഈ ഹദീസ് പറഞ്ഞ ശേഷം അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയാണ്, അതുകൊണ്ട് തന്നെ ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്, വൈകുന്നേരമായാൽ നാളെ രാവിലെ ആകും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. വഇദാ അസ്ബഹത ഫലാ തൻതദിർ അൽമസാ, അതുപോലെ തന്നെ രാവിലെ ആയാൽ അന്ന് വൈകുന്നേരമാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏത് സമയത്തും മരണം സംഭവിക്കാം. ഖാല ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ജൗസി പറയാണ്, യജിബു അലാ മൻ ലാ യദ്രി മതാ യബ്ഗതുഹു അൽ മൗത്ത് അൻ യകൂന മുസ്തഇദ്ദൻ. അതുകൊണ്ട് തന്നെ മരണം എപ്പോൾ അവനക്ക് കടന്നു വരും എന്നറിയാത്തൊരുത്തൻ എപ്പോഴും എന്തായിരിക്കണം? അതിനുവേണ്ടി തയ്യാറായിരിക്കണം. വലാ യഗ്തറ ബിശ്ശബാബ് വസ്സിഹ, അവൻ്റെ യൗവനവും അവൻ്റെ ആരോഗ്യവും അവനെ വഞ്ചിക്കാതിരിക്കട്ടെ. എനിക്കിപ്പോൾ യൗവനാണ്, ഞാൻ യുവാവാണ്, ആരോഗ്യമുണ്ട്, ഇപ്പൊ ഒന്നും മരണം വരൂല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതില്ല. ഫൈന അഖല്ല മൻ യമൂത്തുൽ അഷ്യാഖ്, ഈ കാലഘട്ടത്തിൽ പ്രായം ചെന്ന് മരിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. വാക്സർ മൻ യമൂത്ത് അശുബ്ബാൻ, യുവാക്കളാണ് അധികമായി മരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിഹാദ യൻദുറു മൻ യക്ബുർ, പ്രായം എത്തുക എന്നുള്ളത് പണ്ടത്തെ പോലെയാണോ? വയസ്സെത്തുക എന്നുള്ളത് ഇന്ന് വളരെ വിരളമാണ്, വളരെ കുറച്ചാണ്. അതുകൊണ്ട് യുവാക്കൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. وشاهد ذلك أنك إذا نظرت في الأسر فستجد معمرين قلة وأكثر من يموت يكون في مرحلة الشباب أو الطفولة. നിങ്ങളൊരു കുടുംബത്തിലേക്ക് നോക്കിയാൽ അവിടെ പ്രായം ചെന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇപ്പം എല്ലാം ഒന്നുകിൽ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ യൗവനത്തിൽ എല്ലാവരും മരിച്ചു തീരാണ്. നമ്മളിങ്ങനെ ചോദിക്കും, ഒരാൾ മരിച്ചാൽ ചെറുപ്പത്തിലേ മരിച്ചു പോയില്ലേ, യുവാവായിരിക്കും മരിച്ചു, യൗവനം വിട്ടു കടന്നിട്ട് അതിൻ്റെ മുമ്പ് മരിച്ച. അത്ഭുതപ്പെടേണ്ടതില്ല. അവസാന കാലഘട്ടത്തിൽ ഒരു അലാമത്തും കൂടിയാണ്, ചെറുപ്രായത്തിലെ ആൾക്കാർ മരിക്കാൻ തുടങ്ങും. ഇങ്ങനെ അൽ വസിയത്തു സാബിഅ, ഏഴാമത്തെ വസിയത്ത്. ومن وصايا السلف للشباب ما جاء عن قابوس ابن أبي ظبيان قال صلينا يوما خلف أبي ظبيان صلاة الأولى. നമ്മൾ അബീ ളബിയാന്റെ കൂടെ പിറകിൽ നമ്മൾ നിസ്കരിച്ചു. വനഹ്നു ശബാബുൻ കുല്ലുന, നമ്മളെല്ലാം യുവാക്കളായിരുന്നു. മിനൽ ഹൈ, അതായത് ആ നാട്ടിലെ യുവാക്കളായിരുന്നു അദ്ദേഹത്തിന് പിറകിലുണ്ടായിരുന്നത്. ഇല്ലൽ മുഅദ്ദിൻ ഫഇന്നഹു ശൈഖ്, മുഅദ്ദിൻ ഒഴിച്ച്, മുഅദ്ദിൻ വയസ്സ് പ്രായം ചെന്ന ആളായിരുന്നു, ബാക്കി എല്ലാ യുവാക്കളായിരുന്നു. ഫലമ്മ സല്ലമ ഇൽതഫത ഇലൈന, അങ്ങനെ ഇമാം സലാം വീട്ടിയപ്പോൾ നമ്മളിലേക്ക് തിരിഞ്ഞിരുന്നു. സുമ്മ ജഅല യസ്അലു ശബാബ്, ഓരോ യുവാക്കളോടും ചോദിച്ചു, മൻ അൻത മൻ അൻത, നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു. ഫലമ്മ സഅലഹും ഖാല അലാ വജ്ഹിൽ ഹസ്സി വത്തശ്ജീഇ വത്തൻശീതി ലഹും, ഓരോ ആൾക്കാർ പേര് ചോദിച്ച് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം അവർക്ക് പ്രോത്സാഹനം നിലക്ക് അവരോട് പറയുകയുണ്ടായി, ഇന്നഹു ലം യുബഅസ് നബിയ്യുൻ ഇല്ലാ വഹുവ ശാബുൻ, ഒരു പ്രവാചകൻ നബിയാക്കപ്പെട്ടിട്ടില്ല പ്രവാചകനായ പിന്നെ യുവാവായ സമയത്തല്ലാതെ. അല്ലേ, യൗവനത്തിലാണ് എല്ലാവരും നബിയാക്കപ്പെട്ടത്, എല്ലാവരും നബിയാക്കപ്പെട്ടത് യൗവനത്തിലാണ്. അതേപോലെ വലം യുഅ്തൽ ഇൽമു ഖൈറുൻ മിൻഹു വഹുവ ശാബുൻ, ഖൈറായ ഇൽമ് ആർക്ക് നൽകപ്പെട്ടിട്ടില്ല വഹുവ ശാബുൻ, അവൻ യൗവനത്തിലായിരിക്കല്ലാതെ. ഈ പറയപ്പെട്ട ഖൈറാത്തുകളൊക്കെ ഉണ്ടാകുന്നത് യൗവനത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നർത്ഥം. فنبههم على اغتنام خيرية الشباب وبركته وأنه الفرصة العظيمة للتزود والتحصيل واستغلال النشاط والقوة. കാരണം മുമ്പ് പറയപ്പെട്ടതുപോലെ ഈ യൗവനം
അതിൻ്റെ ഖൈറാത്തുകളും ബറകാത്തുകളും നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്താൻ വലിയ ചാൻസാണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി അൽ വസിയത്തു സാമിന, എട്ടാമത്തെ വസിയത്ത്, മാ റവാഹുൽ ഇമാമു അഹ്മദ് ഫി കിതാബിഹി അൽ വറ. ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ വറ എന്ന കിതാബിൽ പറയുന്നു, അൻ അബ്ദുൽ വഹാബ് അസ്സഖഫി, അബ്ദുൽ വഹാബ് അസ്സഖഫി എന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യം, ഖാൽ അദ്ദേഹം പറഞ്ഞു, ഖറജ അലൈന അയ്യൂബ് അസ്സഖ്തിയാനി, അയ്യൂബ് അസ്സഖ്തിയാനി റഹ്മഹുല്ലാഹ് നമ്മളിലേക്ക് വന്നു. ഫഖാല, അത് നമ്മോട് പറഞ്ഞു, യാ മഅശറ ശബാബ്, യുവാക്കളെ, ഇഹ്തരിഫു, നിങ്ങൾ ജോലി നേടിയെടുക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക. ലാ യഹ്താജൂന അൻ തഅതു അബ്വാബ ഹഉലാ. ഈ വസിയത്തിൽ പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താ? യൗവന കാലഘട്ടത്തിലെ ഖൈറും ബറക്കാത്തും നിങ്ങൾ നേടിയെടുക്കുക, നിങ്ങളുടെ ഇൽമ നേടിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമ നേടിയെടുത്ത അവസാനം ഇൽമിൽ മാത്രമായി ഇബാദത്ത് കഴിച്ചു കൂട്ടേണ്ടവരല്ല യുവാക്കൾ. അവരൊരു കുടുംബം പോറ്റേണ്ടവരാണ്. സമൂഹത്തിൻ്റെ നാളേക്കുള്ള ഭാവി വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ തന്നെ ഒരു ജോലിയും നേടിയെടുക്കണം. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് പറയാണ്, ലാ തഹ്താജൂന അൻ തഅതു അബ്വാബ ഹഉല. നിങ്ങൾ യൗവനം മുഴുവനും ദീനിനു വേണ്ടി ചെലവഴിച്ചു, ജോലിക്കൊന്നും പോയില്ല. അവസാനം ഇൽമ പഠിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇന്ന വ്യക്തികളുടെ വീടിൻ്റെ വാതിൽ മുട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് എട്ടാമത്തെ വസിയത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൽമ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമ്പാദ്യം അധ്വാനിക്കാൻ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഇൽമ കരസ്ഥമാക്കുന്നതിനോടൊപ്പം ഹിർഫത്തുൻ യക്തസിബു ബിഹാ മാലൻ, ഒരു സമ്പാദ്യം അവനുണ്ടായിരിക്കണം. വരിസ്ഖൻ യുൻഫിഖു ബിഹി അലാ നഫ്സിഹി, സ്വന്തം ചെലവഴിക്കാനുള്ള സമ്പത്ത് അവൻ ഉണ്ടാക്കണം. അതിൻ്റെ അർത്ഥം ഇൽമു പഠിച്ച് ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ മൂലക്കിരിക്കാന്നല്ല. യുവാക്കളായ യൗവന കാലഘട്ടത്തിൽ ഇൽമു പഠിക്കുകയും ദീനിയായി മുന്നേറുകയും ചെയ്യുന്നതിനോടൊപ്പം അവൻ എഴുതപ്പെട്ട റിസ്ഖും അവൻ തേടേണ്ടതുണ്ട്. വഫീമാ ബഅദ അലാ അഹ്ലിഹി വവലദിഹി, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. അവരെ ദാരിദ്ര്യമാക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ചെലവിനുള്ള കാര്യങ്ങൾ നിങ്ങൾ സമ്പാദിക്കണം. حتى لا يحتاج إذا كبر أن يذهب إلى فلان أو إلى فلان لطلب المعاونة والمساعدة. അല്ലാഹു കാക്കട്ടെ. അവസാനം യൗവനം കഴിഞ്ഞ് ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരാളുടെ വാതിൽക്കൽ പോയി മുട്ടുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? യൗവനത്തിൽ ഇൽമ പഠിച്ച് ഇബാദത്തിൽ മുന്നേറുന്നതിനോടൊപ്പം നിങ്ങൾക്കുള്ള ഒരു റിസ്ഖും ഒരു സമ്പാദ്യവും അധ്വാനവും നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ وأبرك الرزق وأنفعه وأطيبه ما كان من كسب اليد. وأبرك الرزق, റിസ്ഖിൽ ഏറ്റവും ബറക്കത്ത് നൽകപ്പെട്ടത്, وأنفعه ഏറ്റവും ഉപകാരപ്രദമായത്, وأطيبه ഏറ്റവും പരിശുദ്ധമായത്, ما كان من كسب اليد, ഒരാൾ സ്വന്തം അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനാണ് ഏറ്റവും ബറക്കത്തും ഖൈറും നഫ്ഉം ഉണ്ടാകുക. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ യുവാക്കൾ സന്നദ്ധരാകണം. പക്ഷേ രണ്ടും ഒരുമിച്ച് കൂട്ടി, ദുനിയാവും വേണം, ആഖിറം ലക്ഷ്യം, അതിലേക്ക് എത്താനുള്ള മാർഗം ദുനിയാവ്. അപ്പോൾ ആ ദുനിയാവ് നിങ്ങൾ എന്ത് ചെയ്യണം? സമ്പാദിക്കണം. ആരുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ പരലോകത്ത് വരുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ മുഖത്ത് മാംസങ്ങൾ ഉണ്ടാകില്ല. അതിൻ്റെ കാരണം ദുനിയാവിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയവരാണ്. ദുനിയാവിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയവരാണ് അവർ. അവസ്ഥ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പം ആരോഗ്യമുള്ള സമയത്ത് തന്നെ കുടുംബത്തിനുള്ളതും നിങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞ യുവാക്കൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തൂണുകളാണ്. രണ്ട് നിലക്കും, ദീനിപരമായും ദുന്യാവുപരമായും രണ്ടും ഒരേപോലെ സമ്പാദിക്കേണ്ടവരാണ് യുവാക്കൾ. ആ യുവാക്കൾക്ക് മാത്രമേ അത് സാധിക്കുകയുമുള്ളൂ. അൽ വസിയത്തു താസിയ, ഒമ്പതാമത്തെ വസിയത്ത്, വമിൻ ജുംലത്തി വസായ അസ്സലഫ് ലിശ്ശബാബ് ما جاء عن جعفر قال كان ثابت البنياني رحمة الله عليه يخرج إلينا وقد جلسنا في القبلة فيقول. നമ്മളിങ്ങനെ പള്ളിയിലിരിക്കുന്ന സമയം, ഇത് ഒമ്പതാമത്തെ വസിയത്ത്, പള്ളിയിലിരിക്കുന്ന സമയം നമ്മളിലേക്ക് സാബിത്ത് അൽ ബുനിയാനി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് ഹിൽതും ബൈനി വബൈന റബ്ബി അൻ അസ്ജുദ ലഹു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിൽ ഈ ഷെയ്ഖ് പറയുന്നത്, നിങ്ങൾ ഈ കുറച്ച് യുവാക്കൾ പള്ളിയിൽ ഇരിക്കുന്ന സമയം ഈ ഷെയ്ഖ് വന്നിട്ട് ആ
യുവാക്കളോട് പറയാണ്, ഹിൽതും ബൈനി വബൈന റബ്ബി അൻ അസ്ജുദ ലഹു, നിങ്ങൾ എനിക്കും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ നിങ്ങൾ മറയിട്ടു. പറയാൻ കാരണം എന്താ വെച്ചാൽ, യുവാക്കൾ എവിടെ ഉണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ പ്രായത്തിലുള്ള ഒരേ ചിന്തയിൽ നിൽക്കുന്ന യുവാക്കൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഒരു നവോത്ഥാനം ഉണ്ടാവും. അത് ഖൈറിലാണെങ്കിലും ഷെറിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ഷെറിൻ്റെ ആൾക്കാരാണെങ്കിൽ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഷെറായിരിക്കും. ഇതേ പ്രായത്തിലുള്ള ഒരേ ചിന്താധാരയുള്ള ഒരേ ചിന്തയുള്ള ആൾക്കാർ ഖൈറിൽ ഒരുമിച്ച് കൂടി അവിടെയും നടക്കുന്നത് നവോത്ഥാനമായിരിക്കും. ഖൈറിൻ്റെ നവോത്ഥാനം, ഇവിടെ ഷെറിൻ്റെ. അതൊരു സൈക്കോളജിയാണ് അല്ലേ. ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയാലായിരിക്കും സംഭവമാകുക. പ്രായ ഏറ്റവും വ്യത്യാസം ഉണ്ടായാൽ അതുണ്ടാവില്ല. അതാണ് പിന്നെ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് രസിച്ച് ചിരിച്ച് കഥ പറയുമ്പോൾ ഈ ശേഖരം എന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, കാരണം നിങ്ങൾ ഈ ഒച്ചയും ബഹളമൊക്കെ എൻ്റെയും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ മറയിട്ടു എന്ന്. അതും യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചോ. യുഷീർ റഹ്മഹുല്ലാ ഇലാ അന്ന ബഅദ ശബാബ് അല്ലദീന യൽതഖൂന വയജ്തമിഊന ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും പള്ളിയിൽ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യുന്ന യുവാക്കൾ, വയസ്തഗില്ലൂന ഫുർസത ലിഖാഇഹിം ബിഅസ്തിഖാഇഹിം ഫിൽ മസ്ജിദ് ബിൽ അഹാദീത്തിൽ ജാനിബിയ്യ, അല്ലേ. പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായും ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ കൂട്ടുകാരെ കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ആ സമയം ഉപയോഗപ്പെടുത്തും, ചിരിക്കുകയും സംസാരിക്കുകയും കളിക്കുക ചെയ്യും. വയകൂനു ഇലാ ജിവാരിഹിം മൻ ജാഅ ഫിൽ മസ്ജിദ് ലിയഅ്ബുദല്ലാഹ്, എന്നാൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന ആൾക്കാർക്ക് അത് പ്രയാസമുണ്ടാക്കും. ഫയഹൂലൂന ബൈനഹു വബൈന സ്വലാത്തിഹി, അവരുടെ നിസ്കാരത്തിനിടയിൽ നിങ്ങൾ മറയാകും. ഫലാഹും ഇഷ്തഗലു ഫിൽ മസ്ജിദ് ബിൽ ഇബാദത്തി വദ്ദിക്രി അസ്സ വജൽ വലാഹും തറകു മൻ ജാഅ ലിയഅ്ബുദല്ലാഹ ഫിൽ മസ്ജിദ് അൻ യഷ്തഗില ബിൽ ഇബാദത്തി വയഖ്ബില അലൈഹാ. ആ യുവാക്കൾ നിസ്കരിച്ചിട്ടുമില്ല, എല്ലാവരും നിസ്കരിക്കാൻ വിട്ടിട്ടുമില്ല, ആ അവസ്ഥ ഉണ്ടാകും. അത് പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയൊക്കെ യുവാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, ഖൈറാണെങ്കിൽ ഖൈറുണ്ടാവും, ഷർറാണെങ്കിൽ ഷർറുണ്ടാകും. വലിഹാദ, അതുകൊണ്ടാണ് ശൈഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്, ഫമിമ്മാ യഹ്താജു അൻ യതനബ്ബഹ ലഹു അശ്ശാബ് മുറാഅത്തി ഹുർമത്തിൽ മസ്ജിദ്, പള്ളിയുടെ മഹത്വം സൂക്ഷിക്കാൻ യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വമുറാഅത്തു ഹുർമത്തി വമകാനത്തി അഹ്ലിൽ മസ്ജിദ്, പള്ളിയെയും പള്ളിയുടെ ആൾക്കാരെയും ബഹുമാനിക്കാൻ, അവിടെ മഹത്വം കാണാൻ യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിയല്ല യശ്ഗുലഹും ബിഉമൂരിൻ ജാനിബിയ്യതൈൻ ലിഇബാദത്തി വത്തുമഅനീനത്തി വൽ ഖുശൂഇ ഫിസ്സലാ, നിസ്കരിക്കുന്ന ആൾക്കാർ നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവിടെ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. നാഹീക അമ്മ സ്തജദ്ദ ഫി ഹാദ സമാൻ മിൻ വസാഇൽ ഇത്തിസാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയകൾ വളർന്നു വന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, അല്ലത്തി യഹ്മിലുഹ അശ്ശാബു ഫി ജൈബി, യുവാക്കൾ അവരുടെ കൈയിൽ കൊണ്ട് നടക്കുന്ന ഫോൺ കൊണ്ട്, ഫറുബമ അശ്ഗല അന്നാസ ഫി സ്വലാത്തിഹിം, ആ ഫോൺ ഉപയോഗിച്ച് പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ അവർ ഉപദ്രവിക്കും. ഏതുപോലെ ബിറനീനി ഹാതിഫിഹി ഔ ബറദ്ദിഹി അലൽ ഹാതിഫ് ഔ നഹ്വി ദാലിക്, ഒന്നുകിൽ ഫോൺ റിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കും. മിമ്മ യുഹ്ദിസു ലിന്നാസി തശ്വീശൻ ഫി സ്വലാത്തിഹിം വഅദിമി റാഹത്തി വത്തുമഅനീന, അത് കാരണത്താൽ പള്ളിയിലുള്ള മറ്റ് വയസ്സ് നിന്ന പ്രായം ചെന്ന ആൾക്കാർക്ക് അവിടെ നിസ്കാരത്തിനും മറ്റും പ്രയാസമുണ്ടാക്കും. അതും യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശൈഖ് റഹ്മത്തുള്ളാഹി ഈ വസിയത്ത് സൂചിപ്പിച്ചത്, യുവാക്കളിൽ ഉണ്ടാകുന്ന സർവ്വസാധാരണമായ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്വഭാവം, അത് ഒഴിവാക്കാനും യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് യുവാക്കളായിരിക്കും. അത് പള്ളി ആയാലും എവിടെയായാലും, ചിലപ്പം സംസാരിക്കും, ചിലപ്പോൾ ഗെയിം കളിക്കും, ചിലപ്പോൾ വേറെന്തെങ്കിലും ഷുഗലിലായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അത് നസിഹത്തായിട്ട് ശൈഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്. പത്താമത്തെ വസിയത്തുൽ ആശിറ, പത്താമത്തെ വസിയത്ത്, ومن جملة وصايا السلف للشباب ما جاء عن محمد بن سوقة قال لقيني ميمون ابن مهران فقلت حياك الله فقال هذه تحية الشباب قل بالسلام أي سلم. ഇതും ഈ കാലഘട്ടത്തിലെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു നല്ലൊരു അദബ് ശൈഖ് പഠിപ്പിക്കുകയാണ്, നല്ലൊരു മര്യാദ. നമ്മൾ ഈ കാലഘട്ടത്തിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ യുവാക്കൾ എങ്ങനെ ആരംഭിക്കുക, സലാം പറയല, ഹൈ ബ്രോ എന്നല്ലേ, അല്ലേ, വ്യത്യസ്ത കാലമായിരിക്കും. അത് ഒഴിവാക്കണം, അത് പാടില്ല എന്ന ശൈഖുള്ളത്. അത് നല്ല സ്വഭാവമല്ല. ദീനിയായ യുവാക്കൾ എപ്പോഴും ദീനിന്റെ തഹിയ്യത്തായിരിക്കും സ്വീകരിക്കേണ്ടത്. അതാണ് ശൈഖ് റഹ്മത്ത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. പിന്നെ മുഹമ്മദ് ബിൻ സൂഖ പറയാണ്, ലഖിയനി മൈമൂൻ ബിൻ മിഹ്റാൻ, മൈമൂൻ എന്നെ കണ്ടുമുട്ടി. ഫഖുൽതു, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, ഹയ്യാക അല്ലാഹ്, നമ്മൾ ഇന്ന് ഹൈ ബ്രോ എന്ന് പറയില്ലേ, അതേപോലെ പ്രയോഗം, ഹയ്യാക അല്ലാഹ് എന്ന് പറഞ്ഞു. ഫഖാല,
അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഹാദിഹി തഹിയ്യത്തു ശബാബ്, ഇത് യുവാക്കളുടെ അഭിസംബോധനയല്ലേ, അത് വേണ്ട. ഖുൽ ബിസ്സലാം, നീ സലാം കൊണ്ട് പറ, ഐസല്ലി, സലാം കൊണ്ട് ആരംഭിക്കും, അതിനേക്കാൾ നല്ല തഹിയ്യത്ത് വേറെ ഉണ്ടാവും. ഇല്ല, വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ റുദ്ദൂഹാ, അല്ലാഹു പഠിപ്പിച്ച ഖുർആനിൽ. ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇല്ലേ? ഈ ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമാക്കി പിന്നെ അഭിസംബോധന എന്ത്? സലാം പറയാ എന്നുള്ളത്. അത് ഖുർആനിൽ ഒന്ന് വ്യക്തമാക്കിയതാണ്. നിങ്ങൾ ആരെങ്കിലും അഭിസംബോധന ചെയ്യപ്പെട്ടാൽ, സലാം കൊണ്ട് ചെയ്യപ്പെട്ടാൽ അതിനേക്കാൾ ഭംഗിയായ രൂപത്തിൽ സലാം മടക്കുക. അതായത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മറിച്ച് വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, പരിപൂർണമായ രൂപത്തിൽ നിങ്ങൾ മടക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ മടക്കുക. അപ്പൊ അതിനേക്കാൾ വലിയ തഹിയ്യത്ത് വേറെ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ശീലിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഫോൺ എടുത്താൽ ആദ്യം പറയാൻ എന്താ? ഹലോ എന്നല്ലേ. മദീനയിൽ നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെയ്ഖിന് ഫോൺ വന്നു. ആ ഷെയ്ഖ് ഫോൺ എടുത്തപാടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷം ഷെയ്ഖ് നമ്മോട് ചോദിച്ചു, നസീഹത്തൻ, പഠിപ്പിക്കുന്ന സദസ്സാണല്ലോ, മജ്ലിസാണല്ലോ, ക്ലാസ് ആണല്ലോ. ഷെയ്ഖ് ചോദിച്ചു, നിങ്ങൾക്ക് ആദ്യം ഫോൺ വന്ന് നിങ്ങൾ എങ്ങനെ സംസാരിക്കാം? അപ്പം എല്ലാവരും കൈപൊക്കി ഹലോ എന്ന് പറയാം അല്ലേ? സ്വാഭാവികം നമ്മൾ ശീലിച്ചത് അങ്ങനെയല്ലേ, ഹലോ എന്ന് പറയാം. അപ്പോൾ ഷെയ്ഖ് റഹ്മത്ത് പറഞ്ഞു, ഞാനും ആദ്യം ഹലോ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊക്കെ എൻ്റെ ഉമ്മാനെ വിളിച്ചപ്പോൾ എൻ്റെ ഉമ്മ സലാം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഹലോ, ഉമ്മ ഇങ്ങോട്ട് സലാം പറഞ്ഞു. എൻ്റെ ഉമ്മനെ ഒരുപാട് ശകാരിച്ചു. എൻ്റെ ഉമ്മനോട് ചോദിച്ചു, മോനെ നിന്നെ ഇത്രയും ഇൽമ പഠിപ്പിച്ചു, സലാം പറയലാണ് ഉത്തമം എന്ന് വരെ നിനക്കറിയാം, എന്നിട്ടും നീ എന്താ ഹലോ കൊണ്ട് തുടങ്ങിയത്, എന്നെ പോലെ പ്രയാസപ്പെടുത്തുന്നു എന്ന്. ഷെയ്ഖ് പറയണം, അതിനുശേഷം ഞാൻ ഹലോ കൊണ്ട് തുടങ്ങിയിട്ടില്ല, സലാം കൊണ്ട് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, അത് കേട്ടതിന് ശേഷം ഈ ഉള്ളവനും സലാം കൊണ്ട് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. നമുക്കത് ശീലിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ നല്ല തഹിയ്യത്ത് വേറൊന്നും ഉണ്ടാവില്ല. ഇതാലോചിച്ചാൽ മതി, ഒരാൾ ഉപ്പം മരിച്ചടക്കാം, അയാള് നമ്മളെ വിളിച്ചു, ഈ മരണ വാർത്ത പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. നമുക്കിത് അറിയുന്നുണ്ടോ അയാൾ ഉപ്പം മരിച്ചടക്കാൻ? ഇല്ല. നിങ്ങളെ വിളിച്ചെന്ന് വെച്ചു, നിങ്ങളെടുത്തിട്ട് ഹലോ ബ്രോ എന്നാക്കിയാൽ ആ ഉപ്പം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ സാധാ ചോദിക്കുന്ന ഹലോ ബ്രോ എന്ന് ചോദിച്ചു, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അയാൾ ഉപ്പം മരിച്ചെടുക്കല്ലേ, സങ്കടമായിരിക്കുമല്ലോ. നേരെ മറിച്ച് നിങ്ങൾ സലാം കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ അതെത്ര സമാധാനം ഉണ്ടാക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ നമ്മളത് ശീലിക്കുക. അതും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ ഹദീസ് സൂചിപ്പിച്ചത്. വഫിൽ ഹദീസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, മൻ ബദഅ ബിൽ കലാം ഖബ്ല അസ്സലാം ഫലാ യുജീബൂഹു. അല്ലേ? ആരെങ്കിലും സലാം കൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് സംസാരം കൊണ്ട് തുടങ്ങിയാൽ ഫലാ തുജീബൂഹു, നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യം സലാം കൊണ്ട് തുടങ്ങണം. വഖൗലുഹു റഹ്മത്തുള്ളാഹി അലൈഹി ഹാദിഹി തഹിയ്യത്തു ശബാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ബഅദ ശബാബ് തസ്തതീബു നുഫൂസുഹും നൗഅൻ മിന തഹിയ്യ, അവർ ഈ സലാമിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റുള്ള അഭിസംബോധനകൾക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകാരെയും ചങ്ങന്മാരെയും കാണുമ്പോൾ സലാം പറയുന്നതിനേക്കാൾ നല്ലത് ഇത് പറയലാണെന്നാണ് അവർക്ക് തോന്നുക. അവർ സലാമിനെ ഒഴിവാക്കുകയും ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു തഹിയ്യത്ത് അവർ സ്വീകരിക്കുകയും ചെയ്യും. ചിലപ്പോൾ സലാമേ ഒഴിവാക്കും, ചിലപ്പോൾ ഇത് പറയും, പിന്നെ അതിന് ശേഷമായിരിക്കും സലാം പറയുക. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കി സലാമിലേക്ക് മടങ്ങേണ്ടതാണ്. അൽ വസിയത്തു ഹാദി അശർ, 11ാമത്തെ വസിയത്ത്. വമിൻ ജുംലത്തി വസായ അസ്സലഫ് ലിശബാബ് അയ്ളൻ മാ ജാഅ അൻ അബി മലീഹ് ഖാൽ قال لنا ميمون ابن مهران ونحن حوله يا معشر الشباب قوتكم اجعلوها في شبابكم ونشاطكم في طاعة الله يا معشر الشيوخ حتى ومتى. വളരെ ഗൗരവപ്പെട്ട ഒരു വാക്കാണ്. അദ്ദേഹം പറയാണ്, മൈമൂൻ ഇബ്നു മെഹ്റാൻ പറയാണ്, യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ യൗവന കാലഘട്ടത്തിൽ നിങ്ങൾ പൂർത്തീകരിക്കുക. നിങ്ങളുടെ ഉന്മേഷവും ആരോഗ്യവും പ്രസരിപ്പും ചോരത്തിളപ്പും അതൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ താഅത്ത് നിങ്ങൾ ചെലവഴിക്കുക. എന്നാൽ യാ മഅ്ശറ ശുയൂഖ്, പ്രായം ചെന്ന ആൾക്കാരെ, നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന്. അതിൻ്റെ ഒരു ചോദ്യം. അതായത് യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രായം ചെന്ന ആൾക്കാർക്കൊരു ഉണർത്തലും, അതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉദ്ദേശിച്ചത്. ഇതാണ് 11ാമത്തെ വസിയത്ത്. കുറച്ചേ ഉള്ളൂ, 11ാമത്തെ വസിയത്തായിട്ട് ഷെയ്ഖ് സൂചിപ്പിച്ചത്. അതായത് യുവാക്കൾ അവരുടെ ഉന്മേഷവും ആരോഗ്യവും പ്രസരിപ്പും ചോരത്തിളപ്പും അത് അള്ളാഹുവിൻ്റെ താഅത്തിൽ കഴിച്ചു കൂട്ടട്ടെ എന്ന്.
അൽ വസിയത്തു ഥാനിയത അശർ, 12ാമത്തെ വസിയത്ത്. അനിൽ ഫിരിയാബി ഖാൽ കാന സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹി യുസല്ലി ثم يلتفت إلى الشباب فيقول إذا لم تصلوا اليوم فمتى. അതും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഫിരിയാബി റഹ്മത്ത് ഉദ്ധരിക്കാൻ, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നിസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞിരിക്കും. എന്നിട്ട് ആ യുവാക്കളെ നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്ന് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുക? അല്ലേ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ആരോഗ്യം, ചൊറുചൊറുക്കും, ഈ എല്ലാം ഒത്തിണങ്ങിയ ഈ പ്രായത്തിൽ, ഈ ഉന്മേഷമുള്ള ഈ പ്രായത്തിൽ, ഈ യൗവന കാലഘട്ടത്തിൽ തിങ്കളും വ്യാഴം നോമ്പെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നോമ്പെടുക്കുക? ഇപ്പം തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുക? ഇപ്പം ജമാഅത്തിന് പള്ളിയിലെത്താൻ നമ്മൾ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് എത്തുക? ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ആരോഗ്യമുണ്ട്, ശരീരം മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം സഞ്ചരിക്കാനുള്ള അവസ്ഥയുണ്ട്, ഒഴിവ് സമയമുണ്ട്, ഉത്തരവാദിത്തങ്ങളില്ല, ബാധ്യതകളില്ല. എന്നിട്ടും 5 നേരം പള്ളിയിലെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോ? അതേപോലെ ഈ സമയത്ത് ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോ? നിങ്ങൾ വിചാരിക്കണ്ട പഠനം കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാം, ഒരിക്കലും നടക്കൂല. എൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു മാസ്റ്റർ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കേ പറയുന്നൊരു വാക്കാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയം, അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറായിരുന്നു. അദ്ദേഹം പറയും, നിങ്ങൾക്ക് തോന്നും ഒരു മുസ്ലിം എന്ന അദ്ദേഹം നല്ലൊരു ഇഖ്ലാസുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം എപ്പോഴും പറയും, നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഈ പഠിച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ തുടങ്ങാം എന്ന് നിങ്ങൾക്ക് തോന്നും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ തോന്നും നിങ്ങൾ +2 ഒക്കെ കഴിയട്ടെ എന്നിട്ടും ഉഷാറാക്കാം. +2 കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നന്നാകണം, ഉഷാറാകണം. ഡിഗ്രി കഴിഞ്ഞാൽ തോന്നും ഇനി കല്യാണമൊക്കെ കഴിയട്ടെ എന്നിട്ട് നന്നാകാം, ജീവിതം നന്നാക്കാം. കല്യാണം കഴിഞ്ഞാൽ തോന്നും കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, മക്കളൊക്കെ ആട്ടെ എന്നിട്ട് നന്നാകാം. മക്കളായ തോന്നും കുട്ടികളല്ലേ, കുറച്ച് കുട്ടികളൊക്കെ വലുതായി, അവരെ കെട്ടിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നന്നാകാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തോന്നും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒറ്റ ആയില്ലേ, ഇനി നന്നാകാം എന്ന് തോന്നും. പക്ഷെ തോന്നലേ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സും ശരീരം ഒരേപോലെ തളർന്നിട്ടുണ്ടാകും, നിങ്ങൾ കിടപ്പിലായിരിക്കും. ആ സമയത്ത് വിചാരിച്ചാൽ ഒന്നും നിങ്ങൾക്ക് നടക്കൂല. അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് തോന്നും നാളെ ചെയ്യാം, നാളെ നന്നാകാം, നാളെ പഠനം കഴിയട്ടെ, അല്ലെങ്കിൽ കോഴ്സ് പൂർത്തിയാകട്ടെ, ജോലി കിട്ടട്ടെ, അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നും ഞാൻ തോന്നും. പക്ഷെ മക്കളെ, ഈ പ്രായം, ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അത് ബാക്കിയായി, നഷ്ടപ്പെട്ടോ പിന്നീട് ഒരിക്കലും തിരുത്തപ്പെടാൻ പറ്റാത്ത ഖേദകരമായൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്തുക. ഷെയ്ഖ് റഹ്മത്ത് സൂചിപ്പിച്ചതുപോലെ, ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ നിസ്കരിക്കുക, ഇന്ന് തുന്നത്ത് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ നോമ്പെടുക്കുക, ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സമയം നമ്മൾ കണ്ടെത്തുക. സുഫിയാൻ അസ്സൗരി റഹ്മഹുല്ലാഹ് അശ്ശബാബ വസിയത്തൻ അദീമത്തൻ, യുവാക്കളോട് വലിയൊരു വസിയത്താണ് സുഫിയാൻ അസ്സൗരി റഹ്മഹുല്ലാഹ് സൂചിപ്പിച്ചത്. ബിസ്തിഗ്ലാലി ശബാബിഹിം ഫീ തആത്തില്ലാഹ്, അവരുടെ യൗവനം അല്ലാഹുവിന്റെ തആത്തിൽ ചെലവഴിക്കാൻ. ഫശാബ്, ഒരു യുവാവ്, ഇദാ ലം യസ്തഗില്ല മർഹലത ശബാബിഹി ഫി സുജൂദി ലില്ലാഹി അസ്സ വജൽ, യുവാവ് അവന്റെ യൗവന കാലഘട്ടത്തിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവൻ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഫഖദ് യദ്ഉഫു വയദ്ഖുലു ഫീ മർഹലത്തിൻ മിൻ ഹയാതിഹി യവുദ്ദു ഫീഹാ അൻ യസ്ജുദ്, അവനൊരു കാലഘട്ടം വരും അന്നവൻ സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കും, തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കും, ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കും. പക്ഷെ വലാകിൻ ലാ യസ്തതി, സാധിക്കൂല, കിടപ്പിലായിരിക്കും. സുജൂദ് ചെയ്യാൻ നടുവളയൂല, മുട്ടുവേദന, കാലുവേദന, പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല. ബാങ്ക് കൊടുക്കുന്ന കേൾക്കുന്നുണ്ടാവും, പോകാൻ മനസ്സ് കൊതിക്കും, ആഗ്രഹിക്കും. പക്ഷെ ശരീരം, മനസ്സ് സമ്മതിക്കൂല. ബിസബബി ളുഅഫി ഖുവാഹു, കാരണം ശക്തിയൊക്കെ ക്ഷയിച്ചുപോയി. വമറദി ബദനിഹി, ശരീരം രോഗിയായി. ഫലാ യതമക്കനു മിനസ് സുജൂദി വലിഹാദാ ഖാൽ, പിന്നെ സുജൂദ് ചെയ്യാനോ ദീർഘമായി ഖിയാമുൽ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇദാ ലം തുസല്ലി അൽയൗം ഫമത, ഇന്ന് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നിസ്കരിക്കുന്ന ഒരു ചിന്ത എപ്പോഴും നമ്മളെ മനസ്സിൽ കുത്തിക്കൊണ്ടേയിരിക്കണം. ബാങ്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ജോലിയിലായിരിക്കും, തോന്നണം ഇന്ന് പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ പിന്നെപ്പോ ഓരോ ദിവസം കടന്നു വരുമ്പോഴും ഒരു പേജ് ഖുർആൻ ഓതാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെപ്പോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അൽ വസിയത്തു സാലിസത അശർ, 13ാമത്തെ വസിയത്ത്. മാ ജാഅ അൻ റബീഅത്ത് ബിൻ കുൽസൂം അന്നഹു ഖാൽ നളറ ഇലൈനാ അൽ ഹസൻ വനഹ്നു ഹൗലഹു ശബാബുൻ
ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി നമ്മളിലേക്ക് നോക്കി. നമ്മൾ അദ്ദേഹത്തിന് ചുറ്റും ഇരിക്കുകയായിരുന്നു, നമ്മളൊക്കെ യുവാക്കളായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് അമാ തഷ്താഖൂന ഇലൽ ഹൂരിൽ ഈൻ. അതും ഈ കാലഘട്ടത്തിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾ യുവാക്കളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹൂറിലിൻ വേണ്ടേ സ്വർഗത്തിലെ ഹൂറിലിനെ സംബന്ധിച്ച് അറിയാലോ. സൂറത്തുർ റഹ്മാൻ ഒന്ന് എടുക്കുക, റഹ്മാന്റെ പരിഭാഷ ഒന്ന് വായിക്കുക. ആ ഖുർആനിൽ അള്ളാഹു ഹൂറിലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട്. ഇന്ന് ദുനിയാവിൽ യുവാക്കളായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നത്. അള്ളാഹ് അങ്ങനെയാണ് സൃഷ്ടിച്ചത്, അല്ലേ? യുവാക്കളായിരിക്കും ഏറ്റവും കൂടുതൽ ആകർഷിതരാകുന്നത്. നമ്മൾ ദുനിയാവിലെ സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ സ്ത്രീകളെ കണ്ട നിങ്ങൾ അതിനാഗ്രഹിക്കുന്നില്ലേ? ദുനിയാവിന്റെ സ്ത്രീകൾ നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, അത് മരിച്ചു മണ്ണാവും, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതിനേക്കാൾ സൗന്ദര്യമുള്ള, കാണുമ്പോൾ സൗന്ദര്യം കൂടിക്കൂടി വരുന്ന ഹൂറിലിങ്ങളിലേക്ക് നിങ്ങൾ ആവശ്യക്കാരില്ലേ? നിങ്ങൾ അതിന് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അദ്ദേഹം തൻ്റെ യുവാക്കളോട് ചോദിച്ചിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്ന്. ഹാദൽ തിഫാത്തുൻ ബദീഉൻ മിനൽ ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഉണ്ടായ നല്ലൊരു നസീഹത്തും വസിയത്തുമാണ് ഇത് യുവാക്കളോട്. യുദക്കിറു ഫീഹി ശാബ് ബിനഈമിൽ ജന്ന. സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കും. വമാ ഫീഹാ മിൻ മലദ്ദാത്തിൻ വമസറാത്തിൻ. അവിടെ ഉണ്ടാകുന്ന രസങ്ങളും സുഖങ്ങളെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയും. വല്ലതി മിൻഹാ അൽ ഹൂറുൽ ഈൻ അൽ ഹിസാൻ. അവിടെയാണ് തരുണീമണികളായ കണ്ണിന് കുളിർമ നൽകുന്ന ഹൂറുൽ ഉള്ളത്. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും യുവാക്കളോട്. എന്തിന്? ലിയതജദ്ദദ ബിദാലിക അൻ-നശാതു വശൗഖു ഇലൽ ജന്നതി വനഈമിഹാ. സ്വർഗവും സ്വർഗത്തിന്റെ ആരാമങ്ങളും ആ മനുഷ്യന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി. وإذا قام هذا في قلب شاب دفعه بعد توفيق الله تعالى إلى الاجتهاد في أعمال الآخرة والسعي لها. ഈ സ്വർഗവും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അള്ളാഹിന്റെ തൗഫീഖിന് ശേഷം ഇതായിരിക്കും നന്മകൾ ചെയ്യാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്. വല്ലാഹു തആല യഖൂൽ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും ആഖിറത്തിനെ ലക്ഷ്യം വെച്ചാൽ, വസഅ ലഹാ സഅയഹാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിരിക്കെ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവന്റെ പരിശ്രമങ്ങളെല്ലാം സുത്യർഹമായിരിക്കും, സ്തുതിക്കപ്പെടുന്നതായിരിക്കും. തീർച്ചയായും അതിന്റെ ഫലം നാളെ പരലോകത്ത് അവന് കാണാനും സാധ്യമാണ്. അൽ വസിയത്തു റാബിഅത അശർ, 14ാമത്തെ വസിയത്ത്. മാ ജാഅ അനിൽ ഹസനിൽ ബസ്രി അയ്ളൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഹസൻ ബസ്രി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഇയ്യാകും വത്തസ്വീഫ്, നിങ്ങൾ തസ്വീഫിനെ സൂക്ഷിക്കുക. തസ്വീഫ് എന്ന് പറഞ്ഞാൽ എന്താ? സൗഫ അഫ്അലു, പിന്നെ ചെയ്യാം എന്ന മാനസികാവസ്ഥ നിങ്ങൾ സൂക്ഷിക്കണം. അത് വലിയ അപകടമാണ്, വലിയ അപകടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുദ്സിയായ ഹദീസ്, അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബുൻ ഗഫൂർ. അള്ളാഹുവിൻ്റെ ചില അടിമകളുണ്ട്, അവർ തിന്മ ചെയ്യുന്ന ഉടനെ തന്നെ അവൻ്റെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാവും, വേവലാതി ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഉടനടി തൗബ ചെയ്യും, അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. 4 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. എന്നിട്ട് പറയാണ്, അള്ളാഹു ഇത് കണ്ടുകൊണ്ട് ചിരിക്കുന്നതാണ്. ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്ന അറിയോ? ഒരിക്കലും തൗബ ബന്ധിപ്പിക്കാൻ പാടില്ല. തിന്മ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. നമ്മളാരും മലക്കുകളോ പ്രവാചകന്മാരോ അല്ല, സാധാ മനുഷ്യരാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ തിന്മകൾ സംഭവിച്ചു പോകാവുന്നവരാണ്. അത് റസൂല് പറഞ്ഞും കൂടിയാണ്, അല്ലേ? കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദം സന്തതികളെല്ലാം തിന്മ സംഭവിക്കുന്നവരാണ്. തിന്മ സംഭവിച്ചിട്ടില്ല എങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഓ മലക്കായിരിക്കും, അല്ലെങ്കിൽ മാസൂമായ നബിയായിരിക്കും. നമ്മളിത് രണ്ടുമല്ല. അതുകൊണ്ട് തന്നെ തിന്മ സംഭവിച്ചാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ഉടനടി തൗബ ചെയ്ത് മടങ്ങുന്നവനാണ് നിങ്ങളുടെ ഉത്തമൻ. തൗബ ചെയ്താൽ തുടർന്നു പോവുകയാണെങ്കിലോ അവനേക്കാൾ ശർറ് വേറെ ആരും ഉണ്ടാകൂല. അപ്പൊ തിന്മകൾ സംഭവിക്കുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ തൗബ ചെയ്യണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ പെട്ടുപോയി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനടി തൗബ ചെയ്ത് നിങ്ങൾ അതിനെ മായ്ച്ചു കളയണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നൽകിയ വസിയത്ത് നസീഹത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കാര്യം, വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, നീ ചെയ്യേണ്ട ഒരു കാര്യം, തിന്മ സംഭവിച്ച ഉടനടി തന്നെ ഒരു നന്മ ചെയ്ത് ആ തിന്മയെ മായ്ച്ചു കളയണം.
എന്തായി നന്മ എന്ന് പറഞ്ഞാൽ? തൗബ. തിന്മ സംഭവിച്ച ഉടനെ തന്നെ തൗബ ചെയ്ത് നിങ്ങൾ മായ്ച്ചു കളയണം. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ തോന്നിവാസിയെ ജീവിച്ചവരായിരിക്കാം, ഒരുപാട് വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തവരായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട. നമ്മൾ എത്ര തോന്നിവാസിയായി ജീവിച്ചാലും റസൂലുള്ളാഹിയുടെ ചില വാക്കുകൾ നമുക്ക് ഉന്മേഷം പകരുന്നവരാകണം. ഭാവിയിലെ ഔലിയാക്കൾ അത് നിങ്ങളായിരിക്കും. ഈ യൗവന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തിന്മകൾ ചെയ്ത് തിന്മയിൽ മതിമറന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം പുലർത്തുകൊണ്ട് ജീവിക്കുന്ന തോന്നിവാസിയായ യുവാക്കളാണെങ്കിലും മടക്കം സാധ്യമാണ്. അള്ളാഹു കൈനീട്ടി സ്വീകരിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്ന തൗബത യഹ്ദിമു മാ കാന ഖബ്ലഹു. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ സമാധാനം നൽകുന്ന വാക്ക് വേറെന്തെങ്കിലുണ്ടാ? നിങ്ങൾ എത്ര തോന്നിവാസം ചെയ്ത മനുഷ്യനാണെങ്കിലും തൗബ ചെയ്താൽ അള്ളാഹു അതൊക്കെ മായ്ച്ചു തരും. അത് മാത്രമല്ല, യുകഫിറുല്ലാഹു സയ്യിആതിഹിം, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. വയുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ആ തിന്മകൾ അള്ളാഹു നന്മയാക്കിയിട്ട് മാറ്റി മറിച്ച് തരികയും ചെയ്യും. പിന്നെ നമ്മൾ ബേജാറാകുന്നത്, പിന്നെ നമ്മൾ സങ്കടപ്പെടുന്നത്? ദീനിയായി ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ എനിക്കങ്ങനെ സാധിച്ചിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എന്തിനാ? നിങ്ങൾക്കും പറ്റും. നിങ്ങളും നാളെ ഭാവിയിലെ ഔലിയാക്കളാകേണ്ടവരാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ പച്ച സാലിട്ട് നീണ്ടു കുപ്പായിട്ട് നടക്കുന്ന ആളല്ല, മറിച്ച് അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. മുവഹിദ് തൗഹീദ് ഉൾക്കൊള്ളുകയും അള്ളാഹിന്റെ രഹസ്യ ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് മുത്തഖീകൾ. നിങ്ങൾക്കും സാധിക്കും. നിങ്ങളും ഭാവിയിൽ ഔലിയാക്കളാണ്. ഒരുപാട് കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് തിന്മ ചെയ്തു എന്ന് നിങ്ങൾ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്നും റഹ്മത്തിൽ നിന്നും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ലാ തയഅസു മിർ റൗഹില്ലാ ഫഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികൾ മാത്രമാണ്, കാഫിരികൾ മാത്രമാണ് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്നും സങ്കടപ്പെട്ട് മാറി നിൽക്കുന്നവർ. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട. എത്ര വലിയ തോന്നിവാസം ചെയ്തവനാണെങ്കിലും മുവഹിദാണോ, തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. ശിർക്ക് ചെയ്തവനാണോ, തൗബ ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തിന്മ ചെയ്തു പോയി എന്നതുകൊണ്ട് സങ്കടപ്പെടണ്ട. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ട് ഞാൻ നശിച്ചു പോയി എന്നും വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ കാരുണ്യം അതിനേക്കാൾ വിശാലമാണ്. സബഖത് റഹ്മതി കുല്ല ഷൈ, അല്ലെങ്കിൽ വസ്അത് റഹ്മതി കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് അതിവിശാലമായി കിടക്കുകയാണ്. നിങ്ങൾ ഏത് സമയത്തും എന്ത് തോന്നിവാസം ചെയ്താലും എത്ര പാപങ്ങൾ ചെയ്താലും എന്നിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, എന്നെ കൊണ്ട് നന്നാകാൻ പറ്റൂല, ഞാൻ നന്നാകൂല എന്നാരും വിചാരിക്കണ്ട. സങ്കടപ്പെടും വേണ്ട. ചെയ്തു പോയി സലാസ്, അത് തീർന്നു. കഴിഞ്ഞ ജീവിതം തീർന്നു. ഇനി തൗബ ചെയ്യാം, നന്നാകാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി ലോകത്ത് കാണുന്ന വലിയുടെ കൂട്ടത്തിൽ ഒരു വലി അത് നിങ്ങളായിരിക്കും. വലി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുത്ത ആൾക്കാർ, അള്ളാഹു സ്വീകരിച്ച അള്ളാഹിന്റെ കൂട്ടുകാരൻ അത് നിങ്ങളായിരിക്കും. ഒരു കാലഘട്ടത്തിൽ യൗവനത്തിന്റെ തുടക്കത്തിൽ സമൂഹത്തിൽ അറിയപ്പെട്ട തോന്നിവാസിയായ മനുഷ്യന്മാരാണെങ്കിലും അതൊക്കെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. സ്വീകരിച്ച് നിങ്ങൾ തൗബ ചെയ്യാൻ തയ്യാറായാൽ പിന്നെ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ ഓരോ പടി അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും. ദുനിയാവിലും ആഖിറത്തിലും ഖൈറാത്തുകളും ബറക്കാത്തുകളെ കൊണ്ടും അള്ളാഹു നിങ്ങളെ നിറക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ റസൂൽ പറഞ്ഞ ഹദീസ്, തഫറഗ് ലി ഇബാദത്തി. ഇത്രയും കാലം നിങ്ങൾ ഈ പഠനത്തിൽ 5-6 വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 4-5 വർഷം തോന്നിവാസിയായി ജീവിച്ചു. കുത്തഴിഞ്ഞ ജീവിതം, നിസ്കാരമില്ല, നോമ്പില്ല, കള്ളും കഞ്ചാവും പെണ്ണുമായി ജീവിതം കുത്തഴിഞ്ഞ രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ അവസാന വർഷം നന്നായ ഈ 4 വർഷം അള്ളാഹു തിന്മകളൊക്കെ നന്മയാക്കി മാറ്റിത്തരും. അത് മാത്രമല്ല അള്ളാഹുവിന്റെ വലിയയുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ടോ ഈ കഴിഞ്ഞതിനൊക്കെ പകരമായി നമ്മൾ നന്മകളിൽ മുന്നേറിയാൽ, സുന്നത്ത് നിസ്കാരം അധികരിപ്പിച്ചു, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചു, ഖുർആൻ പാരായണം അധികരിപ്പിച്ചു, അദ്കാറുകളും ദിക്റുകളും ദുആകളും അധികരിപ്പിച്ചാൽ അള്ളാഹു നമ്മുടെ പടിപടിയായി അള്ളാഹുവിന്റെ വലിയയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട. കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിനെ ഓർത്ത് നിരാശരാകണ്ട. അള്ളാഹിന്റെ കാരുണ്യം വിശാലമാണ്. തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കാനും തയ്യാറാണ്. അതാണ് ഷെയ്ഖ് റഹ്മഹുല്ലാ അവസാനമായി സൂചിപ്പിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, നാളെ തൗബ ചെയ്യാം, നാളെ നന്നാകാം എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കണം. പറയാണ്, അധിക യുവാക്കളെയും നശിപ്പിച്ചു കളഞ്ഞത് പിന്നെ ചെയ്യാം എന്ന മാനസികാവസ്ഥയാണ്. ചില ആൾക്കാർ പറയും, സൗഫ അതൂബ് വസൗഫ ഉഹാഫിദു അല സ്വലാത്ത് വസൗഫ അബറു വാലിദൈ, ഞാൻ പിന്നെ മാതാപിതാക്കൾ നന്മ ചെയ്യാം,
പിന്നെ നിസ്കാരം നിലനിർത്താം, പഠനം കഴിയട്ടെ, അല്ലെങ്കിൽ പിന്നെ തൗബ ചെയ്യാം, പഠനം കഴിയട്ടെ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. അത് നിങ്ങൾ നശിപ്പിച്ച് കളയും. ഫലാ യഫ്അൽ, അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. വലാ യുബാദിർ വലാ യഗ്തനിം, ആ സങ്കടത്തിൽ നിങ്ങൾ നിങ്ങളുടെ യൗവനത്തെ നശിപ്പിച്ച് കളയാതിരിക്കട്ടെ. ബൽ യുഅജ്ജിൽ വയുസവ്വിഫ്, നിങ്ങൾ ധൃതി കാണിക്കണം. ഫനഫ്സുഹു ഇദാ ഹദ്ദസതുഹു ബിത്തൗബ, എന്തെങ്കിലും തിന്മ സംഭവിച്ച് ഉടനടി തൗബ ചെയ്ത് നന്നാകണം. ഔ ബിൽ മുഹാഫദതി അല സ്വലാത്തി വഗൈരി ദാലിക്, നിസ്കരിക്കാത്ത ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങണം. വജാഅതു ഹാദിഹിൽ ആഫാതു വസറഫതു അൻ ഹാദൽ ഖൈർ, ഈ പിന്നെ ചെയ്യാമെന്ന ആ ചിന്ത നിങ്ങളുടെ യൗവനം അവസാനിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. യൗവനം നശിച്ച് ശരീരം ദുർബലമായി ആരോഗ്യം ക്ഷയിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ പിന്നെ തൗബ ചെയ്യാൻ നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ശരീരം സമ്മതിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് വറുബ്ബമ അജ്ജല ബഅദുഹും അത്തൗബ ഇലാ അയസ്ല ഇലാ ഉമരിൻ മാ മിൻ ഹയാതിഹി ഫതബ്ഗതുഹു അൽമനിയതു ഖബ്ല അയസ്ല ഇദാ ദാലികൽ ഉമർ. നിങ്ങൾക്ക് തോന്നും പഠനം കഴിഞ്ഞിട്ട് നന്നാകാം, പഠനം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് പോയിട്ട് നല്ല മനുഷ്യനെ ജീവിക്കാം തോന്നും. പക്ഷെ അവിടെ എത്തും എന്ന് ഒരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് ഉടനടി തന്നെ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകുക. അൽ വസിയത്തുൽ ഖാമിസത അശർ, 15ാമത്തെ വസിയത്ത്. ما جاء عن حفصة بنت سيرين أنها قالت يا معشر الشباب خذوا من أنفسكم وأنتم شباب فإني والله ما رأيت العمل إلا في الشباب. ഹഫ്സ ബിൻത് സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഹഫ്സ സ്ത്രീയാണ്, ബിൻ സീരീന്റെ മകളാണ്. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഖുദൂ മിൻ അൻഫുസികും വഅൻതും ശബാബ്, നിങ്ങൾ യുവാക്കളായിരിക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഫഇന്നി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ റഅയ്തുൽ അമല ഇല്ലാ ഫി ശബാബ്, ഞാൻ ചെയ്തു കൂട്ടിയ അമലുകളെല്ലാം എൻ്റെ യൗവനത്തിലായിരുന്നു. എങ്ങനെ ഉണ്ടാകുന്ന അറിയോ? യൗവനം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന സമയം നമ്മളൊരു തിരിഞ്ഞു നോട്ടം നോക്കും നമ്മളെ യൗവന കാലഘട്ടത്തിലേക്ക്. അവിടെ നമ്മൾ ആ യൗവനവും യൗവനത്തിന്റെ പ്രസരിപ്പും ആരോഗ്യവും അല്ലാഹുവിന്റെ താഅത്തിലാണ് ചെലവഴിച്ചതെങ്കിൽ നമ്മൾ ചിരിക്കും, പുഞ്ചിരിക്കും, സന്തോഷിക്കും. എത്രയോ ഭാഗ്യവാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവും. അതല്ല ആ സമയത്ത് തോന്നിവാസിയായി ജീവിച്ചവനാണെങ്കിൽ സങ്കടം, പ്രിയമുള്ളവരെ, മരണത്തിന് മുമ്പ് അതിനേക്കാൾ വേറൊരു മരണമായിരിക്കും അതുണ്ടാകുക. അന്നൊരു നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. കഴിഞ്ഞ കാലഘട്ടം നമ്മൾ നശിപ്പിക്കുകയും ചെയ്യും. അതിനേക്കാൾ വലിയ സങ്കടം വേറൊന്നുണ്ടാകില്ല. മരണത്തിന് മുമ്പൊരു മരണവേദന എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയായിരിക്കും ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുക. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. റസൂൽ പറഞ്ഞു, ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെയ്ത നന്മകൾ, നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ആരോഗ്യമില്ലാത്ത സമയത്തും നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ വാർദ്ധക്യം ചെന്ന് കട്ടിൽ മരിക്കാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, യൗവനത്തിൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ നന്മകളായി നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടാവും. ഇനി തിന്മയാണ് ചെയ്തതെങ്കിൽ ആ തിന്മയൊക്കെ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്ന സങ്കടപ്പെടേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് യൗവനം വിട്ട് കടക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യുക, നന്നാകുക, റബ്ബിലേക്ക് അടുക്കുക. അതാണ് ഈ അവസാനത്തെ നസീഹത്തിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയാണ്, ما رأيت العمل إلا في الشباب أي أن مرحلة الشباب من أعظم المراحل التي هي مرحلة الخير إذا وفق الشباب بإذن الله لاغتنامها. മനുഷ്യന്റെ ജീവിത കാലഘട്ടങ്ങളിൽ യൗവന കാലഘട്ടമാണ് അവൻ ഏറ്റവും ഖൈറും ബറക്കത്തും നിറഞ്ഞത്. എന്ന് മാത്രമല്ല, إذا لها عن اغتنام مرحلته واستهلك وقت شبابه في تتبع الملاذ والشهوات ومآرب النفس وحظوظها. എന്നാൽ ആ യുവത്വ കാലഘട്ടം ശരീരത്തിന്റെ ഇച്ഛകൾക്കും രസങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ജീവിതത്തിന്റെ സുഖങ്ങളും രസങ്ങളും ആർത്തട്ടഹസിച്ച് ജീവിക്കുന്ന അതിനുവേണ്ടി നമ്മൾ സമയം കൊടുത്താൽ, വലാസിമ പ്രത്യേകിച്ചും അൽ മുഹറമാത്ത്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ മുഴുകി ജീവിക്കുകയാണെങ്കിൽ വൽഇയാദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ, വസ്തഅദബഹ, അതിനെ നമ്മൾ അലങ്കാരമാക്കി എടുക്കുകയും ചെയ്താൽ ഫഖദ് ജനാ അലാ ശബാബിഹി വമുസ്തഖ്ബിലിഹി കമാ ഖാല അൽ ഖായിൽ, ഒരു വ്യക്തി പറഞ്ഞതുപോലെ അവനവന്റെ യുവത്വത്തെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണ്ട, ജീവിതം മുഴുവനും അവൻ നശിപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു ബൈത്ത് ഒരു കവി പാടുകയാണ്, മആരിബു കാനത് ഫി ശബാബി ലിഅഹ്ലിഹാ ഇദാബൻ, യൗവനത്തിലുള്ള നിങ്ങളുടെ തോന്നിവാസങ്ങളും രസങ്ങളൊക്കെ, സുഖങ്ങളും രസങ്ങളും ആർഭാടങ്ങളൊക്കെ പിശാച് നിങ്ങൾക്ക് നല്ല രസമുള്ളതും ആസ്വാദനമാക്കി തരും. പക്ഷേ ഫസാറത് ഫിൽ മശീബി അദാബ, നിങ്ങൾ യൗവനത്തിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ അന്ന് നിങ്ങൾക്ക് രസവും സുഖവും നൽകിയിരുന്നെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് അത് നിങ്ങൾക്ക് അദാബായിരിക്കും, ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ഖേദിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരു കവി പാടുകയാണ്. അത് മാത്രമല്ല, ല്ലേ,
യൗവനത്തിന്റെ പ്രസരിപ്പ് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾക്ക് രസവും അലങ്കാരവുമായിരിക്കും. എന്ന് മാത്രമല്ല, ഫലം ആ സമയത്ത് ചെയ്ത തോന്നിവാസങ്ങളൊക്കെ പ്രായം ചെന്നാൽ നിങ്ങൾക്ക് അദാബായി വപിക്കുന്നതാണ്. യൗവനത്തിന്റെ പ്രസരിപ്പിനെ തോന്നിവാസത്തിൽ ചെലവഴിച്ചവൻ വാർദ്ധക്യ സമയത്ത് അതിൻ്റെ എല്ലാ ഈറ്റുന്നവും പേറ്റുന്നവും അനുഭവിക്കുന്നതായിരിക്കും. അതിൽ പറയാണ് ഫശബാബു മർഹലത്തുൻ അദീമത്തുൻ ജിദ്ദൻ. ഈ യൗവനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഫി ഹയാത്തിൽ മർഇ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. യംബഗി അലൈഹി അൻ യുഹ്സിന ഇഗ്തിനാമിഹ, അതുകൊണ്ട് തന്നെ അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തൽ അനിവാര്യമാണ്. വയുജാഹിദ നഫ്സഹു മുജാഹദതൻ താമ്മതൻ അലാ അദമി തഫ്വീതി ഖൈരിഹാ വബറകാതിഹാ മുസ്തഈനൻ ബില്ലാഹി അസ്സ വജൽ ത്വാലിബൻ മുദ്ദഹു വഔനഹു വതൗഫീഖഹു. അതുകൊണ്ട് തന്നെ ആ യൗവന കാലഘട്ടത്തിൽ ആ സമയം ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, അള്ളാഹിന്റെ സഹായത്തിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് മാത്രമല്ല, وأن يذكر نفسه بأن الله سائله عن هذه المرحلة سؤالا عظيما يوم يلقاه. അള്ളാഹിനെ കണ്ടുമുട്ടുന്ന കോടതിയിൽ അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹു ആ യൗവനത്തെ സംബന്ധിച്ച് നമ്മോട് ചോദിക്കുമെന്നൊരു ബോധവും അവൻ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹാദാ മാ തയസ്സറ ജംഉഹു ഫി ഹാദൽ ബാബ്. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത്. ശൈഖ് റഹ്മത്തുള്ളാഹി പറയാണ്, വസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം ബിഅസ്മാഇഹി അൽ ഹുസ്ന വസിഫാതിഹി അൽ ഉലിയ أن يوفقنا لما يحبه ويرضاه من السديد الأقوال وصالح الأعمال. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وأن يصلح لنا شأننا كله وألا يكلنا إلى أنفسنا طرفة عين. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഭംഗിയായി നടത്തി തരട്ടെ. അവൻ കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും നമ്മുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കാതിരിക്കട്ടെ. وأن يهدينا إليه صراطا مستقيما. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، الحمد لله على التمام والدوام، وآخر دعوانا أن الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.